ഇന്നിവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. മൈക്കിനോട് വളരെ അടുത്തിരുന്ന് സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു വളരെ ശക്തനായ കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മൈക്കില്ലാതെ 10,000 പേരോട് അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവന് 5,000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ചപ്പം ഞാൻ അതേക്കുറിച്ച് അത്ഭുതപ്പെടാറുണ്ട്. അവൻ ജനത്തേക്കാൾ അല്പം ഉയർന്ന ഒരു മലയിൽ നിന്നായിരിക്കാം സംസാരിച്ചത്. അവിടെ നിന്ന് ഈ 10,000 ആളുകളോട് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങയെ സേവിക്കാൻ എനിക്കും ആരോഗ്യം വേണം. ഞാൻ കാണാറുണ്ട് അനേകം ആളുകൾ. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം തരാം. ഞാൻ കാണാറുണ്ട് അനേക സഹോദരന്മാർ സാക്ഷ്യം പറയുമ്പോൾ വളരെ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത്. അവർ പറയാൻ ലജ്ജിക്കുന്ന പോലെ. ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. 10,000 പേരോട് സംസാരിക്കേണ്ട, കുറഞ്ഞ പക്ഷം നിങ്ങൾ യേശുവിനെ പറ്റി പറയുമ്പം നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരിക്കണം. ഒരിക്കലും ലജ്ജിക്കരുത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, എനിക്ക് 19.5 വയസ്സുള്ളപ്പോൾ ഞാനന്ന് നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവിയിലെ ഒരു ഓഫീസറായി. ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ മറ്റുള്ളവരോട് ദൈവവചനം പങ്കുവയ്ക്കാനുള്ളൊരു ഭാരം എനിക്കുണ്ടായി. ഞാൻ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ലഘുലേഖകൾ കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞാനിരുന്ന് ദൈവവചനം വായിക്കും. താല്പര്യമുള്ളവർക്ക് എന്നോട് വന്ന് സംസാരിക്കാനുള്ള അവസരം. പിന്നെ ഞാൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഓഫീസർമാരും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരും ഞാൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. തെരുവിൽ ആളുകൾ സാധനം വയ്ക്കുന്ന പോലെ. അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നേവൽ ബേസിൻ്റെ വെളിയിൽ ഞാൻ ഒരിക്കലും നിന്ന് പ്രസംഗിക്കത്തില്ലായിരുന്നു. എന്നെ ആർക്കും അറിയാത്ത ദൂര സ്ഥലത്തേക്ക് ഞാൻ പോകും. അവിടെ സുവിശേഷം അറിച്ച് തിരിച്ചു വന്ന് ഞാൻ കർത്താവിനോട് പറയും, കർത്താവ്, ഞാനൊരു ഭീരുവാണ്. എന്നെ അറിയുന്നവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് അങ്ങയെ സാക്ഷിക്കാൻ എനിക്ക് ഭയമാണ്. യേശു ക്രൂശിൽ തൂങ്ങിക്കിടന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അർദ്ധനഗ്നനായി അതിൽ തൂങ്ങിക്കിടക്കാൻ അവന് ലജ്ജയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനും അങ്ങയെക്കുറിച്ച് ലജ്ജിക്കില്ല. നീ എനിക്ക് വേണ്ടി അർദ്ധനഗ്നനായി ആ ക്രൂശിൽ തൂങ്ങിക്കിടന്നു. എനിക്ക് വേണ്ടിയാണത്. നീ എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയാൻ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ ഓഫീസിൽ നിങ്ങളൊരു ശിഷ്യനാണെന്ന് അറിയുന്നതിൽ ലജ്ജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ മറ്റുള്ളവരെ പോലെ പേരിനുള്ള ഒരു ക്രിസ്ത്യാനി അല്ല എന്ന്. നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടോ? നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾ നിങ്ങളൊരു ശിഷ്യനാണെന്ന് അറിയപ്പെടുന്നതിൽ ലജ്ജിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം കർത്താവ് വ്യത്യാസപ്പെടുത്തുകയാണെന്ന് അറിയുന്നതിൽ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് ധൈര്യമില്ല. നീ എന്നെ പരിശുദ്ധാത്മാവോട് നിറച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നീ എനിക്ക് ധൈര്യം തന്നു. ഞാൻ ജോലി ചെയ്യുന്ന നേവൽ ബേസിൻ്റെ ഗേറ്റിന് മുമ്പിൽ നിന്ന്, എന്നെ അറിയുന്ന എല്ലാവരുടെയും മുമ്പിൽ നിന്ന് യേശു എൻ്റെ രക്ഷകനാണെന്ന് പറയുന്ന ദിവസമാണ്. അതൊരു രാത്രി കൊണ്ട് സംഭവിച്ചില്ല. ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാരുടെ കാര്യത്തിലും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഉടനെ തന്നെ യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷനായി. ചിന്തിക്കൂ, നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കുമ്പം ആ സാഹചര്യത്തിൽ നിങ്ങളെ വയ്ക്കുക. ഞാൻ വചനം വായിക്കുമ്പം ചെയ്യുന്നതാണ്. ഞാൻ എന്നെ അവിടെ വെക്കും. ഞാൻ ചിന്തിക്കും, യേശു ഒരു കുരുടനെ എൻ്റെ മുമ്പിൽ സൗഖ്യമാക്കാൻ ഞാൻ എന്ത് ചിന്തിക്കും? 5,000 പേരെ യേശു പോഷിപ്പിച്ചവൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ അവിടെ വെച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. 3 ദിവസം മുമ്പ് ക്രൂശിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുമ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഓ, ഞാനിനി ഒരിക്കലും ഒരു പഴയ മനുഷ്യനായിരിക്കുകയില്ല ആ ഒറ്റ കാഴ്ചയിൽ. എന്നാൽ അവർക്ക് വ്യത്യാസമുണ്ടായില്ല, എനിക്കും വ്യത്യാസമുണ്ടാകില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ആ ശിഷ്യന്മാർ ലോക ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ കാര്യം. എങ്കിലും അടുത്ത ദിവസം അവർ കതക് പൂട്ടി യഹൂദന്മാരെ ഭയം നകത്തിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനും ഇങ്ങനെയാണ്. എനിക്ക് യേശുവിനെ പറ്റി സഭയിൽ പല കാര്യം പറയാം, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പാട്ടുപാടാം. എന്നാൽ എന്നെ അറിയുന്നവരുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയാണ്. ഞാനൊരു മതഭ്രാന്തനാണെന്ന് അവർ ചിന്തിക്കും. മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത്. ഞാൻ വില കൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അഭിപ്രായത്തിനല്ല, മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണ്. ഞാൻ നേരെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ.
യേശുവിന് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണോ? അതോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ അറിയുന്നവരോ ഒക്കെ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനാണോ നിങ്ങൾ കൂടുതൽ വില കൽപ്പിക്കുന്നത്? കർത്താവിനെ സാക്ഷീകരിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ ഭീരുക്കളാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, ദൈവവചനത്തിൽ ഞാൻ ശിഷ്യന്മാരുടെ ജീവിതത്തെ നോക്കുമ്പം അടുത്ത ദിവസം പിന്നെയും അവർക്ക് പ്രത്യക്ഷനായിട്ടും അവർ ഭീരുക്കളായിരുന്നു. അവൻ ഈ ഭൂമിയിലുണ്ടായിരുന്ന 40 ദിവസവും ആ 40 ദിവസത്തിൽ എപ്പോഴൊക്കെ അവർ യേശുവിനെ കണ്ടോ അപ്പോഴവർക്ക് ഉത്സാഹമായി. അവൻ പോയപ്പോൾ അവർക്ക് പിന്നെയും ഭയമുണ്ടായി. അവർ കതക് പൂട്ടി അകത്തിരുന്നു. ആരും അവരെ കാണരുതെന്ന് അവരാഗ്രഹിച്ചു. അവർ ചിന്തിച്ചു, അവരെ ഉപദ്രവിക്കാം, കളിയാക്കാം. നമ്മളിൽ പലരും അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിച്ചു, ആ പെന്തക്കോസ്ത് നാളിൽ അവരാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവർക്ക് ധൈര്യം ലഭിക്കാനായിട്ട് 1 മാസം എടുത്തില്ല. അവർക്ക് 1 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല ധൈര്യം ലഭിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 1:8 യേശു പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇന്ന് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനേക ആളുകളെ, അവരെ ഞാൻ കുറ്റപ്പെടുന്നില്ല, അവരെൻ്റെ സഹവിശ്വാസികളാണ്. പല പെന്തക്കോസ് കരസ്മാറ്റിക് വിശ്വാസികൾ അന്യഭാഷ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ദൈവം കൊടുക്കുന്ന അറിയപ്പെടാത്ത ഏതോ ഭാഷയെ പറ്റിയാണ്. അത് ശരി തന്നെയാണ്. അവൻ എനിക്കത് തന്നു. അത് ദൈവവുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. പരസ്യമായിട്ട് ഒരിക്കലും ഞാനത് പറയാറില്ല. എനിക്കെന്ത് സംസാരിക്കണമെന്ന് അറിയാത്തപ്പം ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഷയാണത്. ഞാൻ പറയാൻ ദൈവം അത് എനിക്ക് എന്തുകൊണ്ടാണ് നൽകിയെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ സ്തുതിക്കണം. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എനിക്ക് അങ്ങയെ സ്തുതിക്കണം. ഇതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചേ. ദൈവത്തെ 1 മിനിറ്റ് നിങ്ങളൊന്ന് സ്തുതിച്ച് നോക്കിക്കേ. ഒറ്റ മിനിറ്റ് നിങ്ങൾ വീട്ടിൽ തനിയെ ഇരിക്കുമ്പോൾ ഇതിനൊന്ന് ശ്രമിച്ചേ. ഒറ്റ മിനിറ്റ് മതി. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു നോക്കി. ഒരു വാക്ക് 1 പ്രാവശ്യം മാത്രം. നിങ്ങൾ പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു, പിന്നെയും ആ വാക്ക് പറയരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പിന്നെയും അത് പറയരുത്. ഞാൻ ആരാധിക്കുന്നു, പിന്നെയും ആ വാക്ക് പറയല്ലേ. ഞാൻ പറയട്ടെ, ആ 1 മിനിറ്റിൽ നിങ്ങളുടെ വാക്കുകൾ തീരും. നിങ്ങൾ പിന്നെയും അതേ വാക്കുകൾ തന്നെ പറയും. അനേകരും ദൈവത്തെ സ്തുതിക്കുന്നു ഇതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാൻ മലയാളമോ ഇംഗ്ലീഷോ ഒരു ഭാഷയും അതിന് മതിയാകില്ല. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം മറ്റൊരു ഭാഷ നമുക്ക് തരുന്നത്. എന്നാൽ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങളുടെ താല്പര്യം എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ ഇതിനു വേണ്ടി അനുഗ്രഹിക്കണം, ഈ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണം, എനിക്കിത് വേണം, എനിക്കത് വേണം, നിനക്ക് ദൈവത്തെ സ്തുതിക്കണ്ട. 1 കോടി കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. നിങ്ങൾ നിരന്തരം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യങ്ങൾ എപ്പോഴും നമുക്കുണ്ട്. എന്നാൽ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ, കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ നന്ദിയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയെ സ്തുതിക്കണം. ഞാൻ പറയട്ടെ, 1 മിനിറ്റ് കൊണ്ട് വാക്ക് തീരും. നിനക്ക് വാക്കുകൾ കിട്ടില്ല. 1-2 കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകും. കർത്താവ്, എങ്ങനെ എനിക്ക് നിന്നെ സ്തുതിക്കാൻ കഴിയും? അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം നമുക്ക് മറ്റൊരു ഭാഷ തരുന്നത്. നാം 1 കൊരിന്ത്യർ 14 വായിക്കുന്നത് അത് ദൈവത്തോട് സംസാരിക്കാണ്, മനുഷ്യരോട് സംസാരിക്കാനല്ല. അതിനാണ് അവൻ ഈ ഭാഷ തന്നത്. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ പ്രധാനപ്പെട്ട കാര്യം അതല്ലായിരുന്നു. അതിലെ ഒരു കാര്യം മാത്രമാണ്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം, അവർ ആ കഥകൾ തുറന്നു. അതിനുശേഷം ഒരിക്കലും അവർ കഥ അടച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്കും വേണ്ടിയത് അതാണ്. എനിക്ക് ശക്തമായ ഒരു ഉപദേശമല്ല വേണ്ടിയത്, എനിക്ക് മറ്റൊരു മീറ്റിംഗ് അല്ല. എനിക്ക് വേണ്ടിയത് ജീവനെ ഭയന്ന് പേടിച്ച് അരണ്ടിരുന്ന ആ ശിഷ്യന്മാർ, അവർ ലജ്ജയുള്ളവരായിരുന്നു പൊതുജനത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. അവർ പൊതുജനത്തെ ഭയന്നിരുന്നു. തങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയുന്ന അവർ ഭയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ ഈ അവസ്ഥയിലാണ്. ഞാനൊരു കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇവരറിയുന്നതിൽ എനിക്ക് ലജ്ജയാണ്. കാരണം അവരൊന്നും ക്രിസ്ത്യാനികളല്ല. അവരെന്നെ കളിയാക്കും, ചിരിക്കും. അവരെന്നെ നോക്കി ചിരിക്കുന്ന എനിക്ക് നാണക്കേടാണ്. ഞാൻ പറയട്ടെ, മിക്ക ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, അവരെ മാറ്റി എന്താണെന്ന് എനിക്കറിയാം. ഒരു മീറ്റിങ്ങിൽ കേട്ട ശക്തമായ ഉപദേശങ്ങളല്ലത്. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ധൈര്യത്തോടെ എവിടെയും അങ്ങയുടെ സാക്ഷിയാകുമ്പോഴാണ്. എവിടെയാണെങ്കിലും, തെരുവിൽ എന്നെ അറിയുന്നവരുടെ മുമ്പിൽ, അറിയാത്തവരുടെ ഒക്കെ മുമ്പിൽ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവോട് നിറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കില്ല. അന്യഭാഷ പറയുന്നത് മാത്രം എനിക്ക് പോരാ. ഞാൻ പറയട്ടെ, ദൈവം അത് ചെയ്തു.
ഞാൻ ജോലി ചെയ്യുന്ന ആ നേവൽ ബേസിൻ്റെ പുറത്തുനിന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന നാവികർ എൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയി. എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എൻ്റെ മുമ്പിൽ കൂടെ പോയി. ഞാൻ അവിടെ നിന്നപ്പം അവർ ചിന്തിച്ചാണ്, ഈ സാക്കിന് എന്തോ പറ്റി, ഇവന് ഭ്രാന്താണോ ഈ തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ? എനിക്കതൊരു വിഷയമല്ലായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് തെരുവിൽ പ്രസംഗിച്ചാണ്. കാരണം ഞാൻ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ പോയിരുന്ന സഭയിൽ എന്നെ അവർ പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നില്ല. 40ഉം 50ഉം വയസ്സുള്ളവർ 21 വയസ്സുള്ള എന്നെ എങ്ങനെ പ്രസംഗിക്കാൻ അനുവദിക്കും? അവരെന്നെ സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ഞാൻ പോയി തെരുവിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു വന്നത്. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ ലജ്ജിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കത് മനസ്സിലാവും. ഈ രോഗം എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു രോഗമാണ്. നിങ്ങളുടെ രോഗം എനിക്കുള്ളപ്പോൾ എനിക്ക് എങ്ങനെ നിങ്ങളെ നിന്ദിക്കാനായിട്ട് കഴിയും? എന്നാൽ ഞാൻ പറയട്ടെ, യേശു എന്നെ സൗഖ്യമാക്കി. യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിലുള്ള ലജ്ജയിൽ നിന്ന്. യേശുവിനെ വെറുത്തവർ, അവനെ കളിയാക്കിയവർ എന്നെയും കളിയാക്കി. ഞാൻ പറയട്ടെ, ഈ കോൺഫറൻസിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വർഷം ആത്മാവിൽ നിറയാനുള്ള ഒരാഗ്രഹം മറ്റെന്തിലും വലിയ കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചു കാണുകയില്ല. എന്നാൽ നിങ്ങൾ വീട്ടിൽ ചെല്ലും, കർത്താവിൻ്റെ അടുക്ക് ചെന്ന്, കർത്താവെ എന്നെ നിറയ്ക്കണമെന്ന് അവനോട് പറയുക. ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിലെ ഞാൻ ഇതേപ്പറ്റി പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടു. അവൻ വീട്ടിൽ പോയി അവൻ്റെ മുറിയുടെ കഥ കടച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചിട്ടേ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. അവനെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവനെ അനുകരിച്ചുകൊണ്ട് നിങ്ങളൊന്നും പ്രാപിക്കാൻ പോകുന്നില്ല. അത് അങ്ങനെ ചെയ്യാൻ അവൻ്റെ ഹൃദയത്തിലുണ്ടായ പ്രേരണയാണ്. എന്നാൽ ദൈവം അവൻ്റെ ആഗ്രഹം കണ്ടു. ദൈവം അവനെ സന്ധിച്ചു. മറ്റൊരു സഹോദരനെ പറ്റി ഞാൻ ഓർക്കുന്നു. ഇന്ത്യയിലുള്ള ചില മൂപ്പന്മാരുടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ നടത്തുകയായിരുന്നു. ഏതാണ്ട് 100ഓളം പേർ അതിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പറ്റിയാണ് സംസാരിച്ചത്. ചിലർ ആത്മാവിൽ നിറഞ്ഞു. എന്നാൽ ഈ സഹോദരൻ ആ മീറ്റിംഗ് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ മീറ്റിങ്ങിൻ്റെ ഓഡിയോ ടേപ്പ് അവൻ കേൾക്കാനിടയായി. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ നിനക്ക് എന്നോട് എൻ്റെ വീട്ടിൽ ഇടപെടാനായിട്ട് കഴിയും. ദൈവം അവനെ അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സന്ധിച്ചു. പഴയ നിയമത്തിൽ നാം ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി വായിക്കുന്നുണ്ട്. അതിൽ മോശ ചില മൂപ്പന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു. അങ്ങനെ അവരെല്ലാം ദൈവത്തിന് വചനം സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ഇല്ലായിരുന്ന 2 പേര് അവരുടെ വീട്ടിലായിരുന്നു. അവർക്ക് അവിടെ വരാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം അവിടെ വെച്ച് അവരെ സന്ധിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അവനെ സാക്ഷീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തരുന്ന പോലാണ്. ആ പണം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കത് തരികയില്ല. എന്നാൽ നിങ്ങൾ പറയുകയാണ്, കർത്താവേ, ഞാനത് നിനക്ക് വേണ്ടി ഉപയോഗിക്കും. എനിക്ക് പരിശുദ്ധാത്മാവ് വേണ്ടത് എനിക്ക് തന്നെ ഒരു പേരുണ്ടാക്കാനായിട്ട് അറിയപ്പെടാനോ അല്ല. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനു വേണ്ടിയല്ല. ഞാൻ പറയട്ടെ, ഇന്നും ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ നശിക്കാൻ പോകുന്ന ലോകത്തിൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുക. ഈ നാശലോകത്തിൽ നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ മാനസാന്തരപ്പെടാത്ത അവിശ്വാസികൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുന്നത് അവരുടെ അഭിപ്രായത്തിലേക്കാണോ? എത്ര ലജ്ജാകരമായ കാര്യം. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ് വേണ്ടത്. നീ എന്നെക്കുറിച്ച് അഭിമാനിക്കണം. നാശത്തിലേക്ക് പോകുന്ന ഈ ലോകം എന്നെപ്പറ്റി എന്തും ചിന്തിക്കട്ടെ. ഇവിടെ അറിയപ്പെടാൻ എനിക്കൊരാഗ്രഹവുമില്ല. മിക്ക ക്രിസ്തീയ പ്രഭാഷകർ ഈ ലോകത്തിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നില്ല യേശു ഒരിക്കലും അത് താല്പര്യപ്പെട്ടത്. അവൻ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിത് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളെ നോട്ടൊക്കെ എഴുതിയെടുത്ത് പോകുന്നത് മാത്രമല്ല. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക. ഞാൻ ഈ ആഴ്ച ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ അവിടുന്ന് മാറ്റണേ. എൻ്റെ തലയിൽ ഒത്തിരി അറിവുകളല്ല, പ്രസംഗത്തെ പറ്റിയുള്ള ഒത്തിരി നോട്ടുകളല്ല. അത് നല്ലതാണ്, ഞാനതിനെതിരെ പറയുകയല്ല. കർത്താവേ, ഈ ജീവിതത്തിന് ഒരു ആഗ്രഹം എനിക്ക് തരണേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കണേ. നീ എന്നെ സ്നേഹിച്ച പോലെ എൻ്റെ സഹവിശ്വാസികളെ സ്നേഹിക്കാൻ, പിശാചിനെ വെറുത്ത് അവനെതിരെ പോരാടാനുള്ള ശക്തി. ഇതേപ്പറ്റി ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ക്രിസ്തുവിൻ്റെ സഭ പണിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ജീവിക്കുന്ന സ്ഥാനത്ത് ഒരു സഭയില്ലായിരിക്കാം. അവിടെ ഒന്ന് തുടങ്ങാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ.
ഞാൻ ചിന്തിക്കുന്നു കർത്താവിൻ്റെ സഭ പണിയാൻ ഈ ലോകത്തിൽ ഏറ്റവും യോഗ്യതയില്ലാത്തവൻ ഞാനാണെന്ന്. ദൈവം യോഗ്യതയില്ലാത്തവരെയാണ് ഉപയോഗിക്കുന്നത്. കഴിവില്ലാത്തവരെ, യോഗ്യതയില്ലെന്ന് കരുതുന്നവരെ, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നവരെ അല്ല. പഴയ നിയമത്തിൽ നിന്ന് അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഇതിനുശേഷം ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം അവിടെ വലിയൊരു ചതിയൻ്റെ കഥ നാം വായിക്കുന്നുണ്ട്. പുറമേ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാൽ ഒരു ചതിയൻ. യാക്കോബ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ജ്യേഷ്ഠൻ്റെ ജന്മാവകാശം വളരെ ബുദ്ധിപൂർവ്വം അവൻ കൈക്കലാക്കി. അവൻ്റെ പിതാവ് അവൻ്റെ മൂത്ത സഹോദരനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചപ്പം അവനെ അവൻ ചതിച്ചു. അവൻ്റെ സഹോദരനെ ചതിക്കാനായിട്ട് അവന് ഏതോ മൃഗത്തിൻ്റെ തോലുപയോഗിച്ച് അവന് ഒരു വസ്ത്രമുണ്ടാക്കി. അങ്ങനെ അവൻ്റെ അപ്പനെ ചതിച്ചവൻ അനുഗ്രഹം വാങ്ങി. അങ്ങനെ അവൻ വീട് വിട്ട് ഓടിപ്പോയി. കാരണം ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ട് അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ഓടി അവൻ്റെ അമ്മാവൻ ലാബാൻ്റെ വീട്ടിൽ അഭയം തേടി. ലാബാൻ അവന് തൻ്റെ ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചു. അവൻ്റെ കഥ വായിച്ചാൽ എങ്ങനെ അവൻ ചെയ്തതെന്നറിയില്ല. അവൻ്റെ അമ്മാവനെയും ചതിച്ചു. അങ്ങനെ ഒത്തിരി ആടുകളെ അവൻ സ്വന്തമാക്കി. അവൻ്റെ കഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവനൊരു ചതിയനായിരുന്നു. ഇത്രമാത്രം ആളുകളെ ചതിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ദൈവവചനത്തെ രേഖപ്പെടുത്തിയും കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ കണ്ടുമുട്ടി. ദൈവം ഇതുപോലുള്ള ചതിയന്മാരെ സന്ധിക്കുമോ? മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരാളെ? ഞാൻ ചിന്തിക്കുന്നു യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവം ഒരു ആവശ്യകത കണ്ടു. വക്രമായിട്ട് നടക്കുകയും ചതിക്കുകയും ചെയ്യുന്ന പലരുടെയും ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. ഹൃദയത്തിൽ പലപ്പോഴും അവർക്കൊരു ശൂന്യതയുണ്ട്. നിങ്ങളൊരു പക്ഷേ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിരിക്കാം, ആളുകളോട് പിണങ്ങുന്നവനും ചതിക്കുന്നവനും. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, നിങ്ങളെ തുച്ഛീകരിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. അത് കർത്താവിന് മാത്രമേ നിറയ്ക്കാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് അത് നിറച്ചു കഴിയുമ്പം നിങ്ങൾ വ്യത്യസ്തനായ ഒരാളാവും. ഒരു സന്ദേശം ഒരിക്കലും നിങ്ങളെ മാറ്റിയെന്ന് വരില്ല. കർത്താവ് കണ്ടു കാണും ചതിയനായ യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും അവൻ മറ്റുള്ളവരെ ചതിക്കുന്ന തനിക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ നോക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് പോകാം. 23-ാമത്തെ വാക്യം. യാക്കോബ് തനിയെ ശേഷിച്ചു, തൻ്റെ കുടുംബത്തെ മുഴുവൻ മുമ്പേ അയച്ചു. നിങ്ങൾക്കറിയാമോ, ഇതാണ് വേണ്ടിയത്. നാം ഏകരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തോടൊപ്പം നിങ്ങൾ കുറഞ്ഞത് അല്പസമയമെങ്കിലും തനിയെ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. നീ വിവാഹം കഴിച്ചവനാണെങ്കിലും നീ തനിയെ. ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ കിടക്കയിൽ എഴുന്നേറ്റവളുടൻ ഞാൻ തിരക്കുള്ളവനാവും. കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ ഞാൻ തിരക്കുള്ളവനായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വീട് വിട്ടു പോയതിന് ശേഷവും ഞാൻ തിരക്കുള്ളവനായിരുന്നു. ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടായിരിക്കും. എനിക്ക് ഉത്തരവാദിത്വമുള്ള സഭയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഇമെയിലുകൾക്ക് എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും. ജീവിതം തിരക്കുള്ളതാണ്. അതുകൊണ്ട് തനിയെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ എനിക്ക് കിട്ടുന്ന സമയം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പാണ്. ദൈവത്തോടൊപ്പം തനിയെ ആയിരിക്കുന്ന മനോഹരമായ കാര്യമാണ്. അല്ലെങ്കിൽ അർദ്ധരാത്രി നിങ്ങൾ ഉണരുമ്പോൾ അവനോടൊപ്പം ആയിരിക്കുക. നിനക്ക് ഉറക്കം വരുന്നില്ലേ? മനോഹരമായൊരു സമയമാണത്. കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാതെ യേശുവിനോട് സംസാരിക്കുക. ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, അവൻ നിനക്ക് ഉറക്കവും തരും. അവിടെ യാക്കോബ് തനിയെ ശേഷിച്ചു. അവനോടൊപ്പം തനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം കണ്ടുമുട്ടും. നിന്റെ ജീവിതം തിരക്കുള്ളതാണെങ്കിൽ, നിനക്ക് ദൈവത്തോടൊപ്പം തനിയായിരിക്കാൻ സമയമില്ലെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ ഉണ്ടെന്ന സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന്? കാരണം ഇന്ത്യയിൽ പല വീടുകളും വളരെ ചെറുതാണ്. ഇന്ത്യയിൽ ഞങ്ങളുടെ ശുശ്രൂഷ അത് നടക്കുന്ന വളരെ ദരിദ്രമായ ഗ്രാമങ്ങളിലാണ്. ഞാൻ പോയി അവരുടെ വീടുകളിൽ ഇരിക്കുമ്പം അവരുടെ വീട്ടിൽ കസേരയോ ടേബിളോ ഒന്നുമില്ല. എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത്.
അവർ നിലത്തിരുന്നാണ് കഴിക്കുന്നത്, ഉറങ്ങുന്നത്. ഞാനും ആ തറയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് കൂടെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ ഒരു മുറി മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് സ്വീകരണ മുറി, ഭക്ഷണം കഴിക്കുന്ന മുറി, കിടക്കുന്ന മുറിയെല്ലാം. എല്ലാവരും അവിടെ തന്നെ കിടക്കും. യേശുക്രിസ്തുവിൻ്റെ വീടും അതൊരു സാധുവായ ആശാരിയുടെ വീടാണ്. യോസെഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. യേശുവിന് 4 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയും. അവർക്ക് കിടക്കാനായിട്ട് 8 മുറി ഉണ്ടായിരുന്നില്ലേ? ഇല്ല. എല്ലാവരും തറയിൽ കിടന്നുറങ്ങി കാണും. അതുകൊണ്ടായിരിക്കും യേശു അതിരാവിലെ ദൂരെ ആ മരുഭൂമിയിൽ പോയി പിതാവിനോട് കൂട്ടായ്മ ആചരിച്ചത്. ചിലപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ജീവിക്കുന്ന ഒരു പട്ടണത്തിലാണ്, എനിക്ക് പോകാൻ ഒരു ഏകാന്തതയില്ല. അപ്പോഴാണ് ദൈവം എൻ്റെ കണ്ണ് തുറന്നത്. ഞാൻ ഉണരുമ്പം തന്നെ എനിക്ക് ഏകനായിരിക്കാൻ കഴിയും. അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ഉണരുമ്പം നിനക്ക് തനിയായിരിക്കാം. നീ വായു തുറക്കേണ്ട ആവശ്യമില്ല. നിന്റെ ചിന്തയിലൂടെ ദൈവത്തോട് നിനക്ക് സംസാരിക്കാം. ദൈവം അത് കേൾക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു കാര്യമാണ്. അത് പിശാചിന് കേൾക്കാൻ കഴിയില്ല. എനിക്ക് ആഗ്രഹമില്ല എൻ്റെ പ്രാർത്ഥന പിശാച് കേൾക്കുന്നത്. ശബ്ദത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അത് കേൾക്കാൻ കഴിയും. അതെന്തെങ്കിലും പ്രശ്നമാണെന്നല്ല. എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം ആർക്കും കേൾക്കാൻ കഴിയില്ല. പിശാചിനും അത് കേൾക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. അവൻ എന്നെ വിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോട് കൂട്ടായ്മ കൂടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദിവസം മുഴുവനും നിങ്ങൾക്ക് അതിന് കഴിയും. ഇത് മനോഹരമായൊരു ജീവിതമാണ്. ഈ ആഴ്ചയുടെ അവസാനം മുതൽ ആരംഭിക്കുക അത്. ഇവിടെ യാക്കോബ് തനിയായിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, അവനോട് മല്ലു പിടിച്ചു. 24-ാം വാക്യം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഈ ശക്തനായ യാക്കോബിനെ അവൻ നുറുക്കമുള്ളവനാക്കി. യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചു. അവൻ ജയിച്ച് വരികയാണ്. നോക്കൂ, നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം തന്നെ പരിമിതപ്പെടുത്തി. അങ്ങനെ ദൈവത്തോട് മല്ലു പിടിക്കാൻ യാക്കോബിനെ അനുവദിച്ചു. ദൈവത്തിന് ഒറ്റയടിക്ക് അവനെ ഇല്ലാതാക്കാമായിരുന്നു. അവനെ ഒരു പാഠം ഗ്രഹിപ്പിക്കാനാണ് തന്നോട് മല്ലു പിടിക്കാൻ യാക്കോബിനെ അനുവദിച്ചത്. യാക്കോബെ, നിന്റെ പ്രശ്നം നീ ആർക്കും കീഴടങ്ങുന്നവനല്ല. നീ എന്നോടും മല്ലടിക്കുകയാണ്. നിങ്ങളിൽ ചിലരോടും ദൈവം പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ചില മേഖലയിൽ നിങ്ങൾ ദൈവത്തോട് മല്ലടിക്കുകയാണ്. നിങ്ങൾ അവന് കീഴ്പ്പെട്ടു കൊടുക്കുന്നില്ല. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ദൈവം അവൻ്റെ തുടയുടെ തടം ഉളുക്കിക്കളഞ്ഞു. പിന്നെ യാക്കോബിന് മല്ലു പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ ജഡികമായി അശക്തനായി. അവന് നടക്കുന്നത് പ്രയാസമുള്ളതായി. അതിനുശേഷം ഈ മനുഷ്യൻ്റെ വേഷത്തിൽ ധരിച്ച ദൈവം പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കുക. അർദ്ധരാത്രിയിൽ ഈ മൽപ്പിടുത്തം ആരംഭിച്ചാണ്. ഇപ്പം നേരം വെളുക്കാറായി. ഈ സമയത്താണ് ഇവിടെ ഈ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തോട് ഈ മനോഹരമായ വാക്കുകൾ പറയുന്നത്. 26-ാം വാക്യം. ഇതാണ് നമ്മളും ദൈവത്തോട് പറയേണ്ടത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എത്ര സമയമെടുത്താലും. അങ്ങനെയാണ് ആത്മാവിൽ നിറയാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു, കർത്താവേ, അതിന് എത്ര നാളെടുത്താലും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും, നാളെ പ്രാർത്ഥിക്കും, അടുത്ത ആഴ്ച പ്രാർത്ഥിക്കും, അടുത്ത മാസം പ്രാർത്ഥിക്കും. എന്നാൽ അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെയുള്ളവരാണ് ആത്മാവ് കൊണ്ട് നിറയുന്നത്. ശിഷ്യന്മാരോട് ആത്മാവിനായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കറിയില്ല 10 ദിവസം കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത്. ഒരു പക്ഷേ 10 വർഷം കഴിഞ്ഞ്. അവൻ പറഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവ് നിറയുള്ളൂ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 ദിവസം 2 ദിവസം എപ്പോഴെന്ന് അവർക്കറിയില്ല. ഒരിക്കൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു, രസകരമായ കാർട്ടൂൺ. ആ മാളിക മുറിയിൽ അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ 9 ദിവസം കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, എനിക്ക് കാത്തിരുന്ന് മതിയായി, ഞാൻ വീട്ടിൽ പോവുക. അവൻ വീട്ടിൽ പോയി. അടുത്ത ദിവസം അവൻ കേട്ടു കാത്തിരുന്നവരുടെ ആത്മാവ് വന്നു. അവനത് നഷ്ടമായി. ഓ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് നിങ്ങൾക്ക് ഈ മനോഭാവം ഉണ്ടോ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എൻ്റെ പ്രിയ സഹോദരീസന്മാരെ, ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതം മാറ്റും.
ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇതാണ്. ദൈവം അവനോട് ചോദിച്ചത്, നിൻ്റെ പേരെന്താണ്? ദൈവത്തിന് അറിയാത്തതുപോലെ. നിങ്ങൾക്ക് അറിയാമോ യാക്കോബെന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന്? എന്തുകൊണ്ടാണ് അവനെ യാക്കോബെന്ന് വിളിച്ചത്? യാക്കോബും ഏശാവും ഇരട്ട കുട്ടികളായിട്ടാണ് ജനിച്ചത്. ഇവർ രണ്ടുപേരും അവരുടെ അമ്മ റിബേക്കയുടെ ഉദരത്തിൽ നിന്ന് ഈ രണ്ട് കുട്ടികളും പുറത്തേക്ക് വന്നപ്പം, ആ കഥ നിങ്ങൾക്കറിയാമോ? ഈ രണ്ട് ശിശുക്കൾ അവരുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പം ഏശാവ് തൻ്റെ ജ്യേഷ്ഠൻ്റെ കാലി പിടിച്ചിരിക്കുകയാണ്. മുമ്പേ വരുന്ന ജ്യേഷ്ഠൻ്റെ. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരുപക്ഷെ ആരും കണ്ടു കാണുകയില്ല. ഇരട്ട കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾ മറ്റേയാളുടെ കാലെ പിടിക്കുന്നു. നീ നിൽക്ക്, ഞാനല്ലേ ആദ്യം പോകേണ്ടതെന്ന് പറയുന്നത് പോലെ. അങ്ങനെയാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് അവനൊരു പേര് നൽകി, ചതിയൻ, വഞ്ചകൻ, മറ്റൊരാളുടെ സ്ഥാനം മോഹിക്കുന്നവൻ. യാക്കോബ്, അതാണ് അവൻ്റെ പേര്. വഞ്ചകൻ, പിടിച്ചുപറിക്കാരൻ, പിടിച്ചുപറിക്കുക തെറ്റായ കാര്യങ്ങൾ. അവൻ്റെ പേരിൻ്റെ അർത്ഥം വഞ്ചകൻ അല്ലെങ്കിൽ യാക്കോബ്. കാരണം അവൻ അങ്ങനെയാണ് ജനിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏശാവ് തന്നെ ആദ്യം ജനിച്ചു. ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ലോകം വലുതായിട്ട് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഇസ്രയേലിൽ സമ്പത്തിൻ്റെ വലിയ ഭാഗം മൂത്തവനുള്ളതാണ്. അപ്പൻ അവനെയാണ് അനുഗ്രഹിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ആദ്യജാതനാണ്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാകുന്നത്. യാക്കോബ് ഈ സ്ഥാനം ആഗ്രഹിച്ചു. തൻ്റെ ജീവിതകാലം മുഴുവനും ഇതെങ്ങനെ പ്രാപിക്കാമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പായസം കൊടുത്തത് വാങ്ങാൻ അവൻ തീരുമാനിച്ചത്. അതിലൂടെ ആ അനുഗ്രഹം നേടിയെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെ ദൈവം അവനോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, ചതിയൻ. യാക്കോബ് ചതിയൻ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ സത്യസന്ധനായി തീർന്നു. ഇവിടെ അവൻ സത്യസന്ധനായതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയും. ഒന്നാമത്, നീ തനിയായിരിക്കണം. നീ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോഴല്ല ദൈവം നിൻ്റെ അടുക്ക വരുന്നത്. ചില സമയങ്ങൾ നമുക്കെല്ലാവർക്കും ദൈവത്തോടൊപ്പം തനിയെ ആയിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ തനിയെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് തൻ്റെ ആത്മാവോട് നിന്നെ നിറയ്ക്കാൻ കഴിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിൻ്റെ വീട്ടിൽ അനേകരുണ്ടായിരിക്കാം. ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ അവിടെയുള്ള വീട് അതിനൊരു മുറിയെ കാണത്തുള്ളൂ. അവിടെ ആയിരിക്കും എല്ലാവരും ജീവിക്കുന്നത്. നീ ഉണരുമ്പം മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരിക്കാം. ഈ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിലപ്പെട്ട സമയങ്ങളായിരുന്നു. അവിടെ എൻ്റെ ഭാര്യ എൻ്റെ അടുക്ക് കിടക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ അവൾ ഉറക്കത്തിലാണ്. ഇതുപോലെ തന്നെ അവളും സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പം ഞാൻ ഉറക്കത്തിലായിരിക്കും, തനിയെ ദൈവത്തോടൊപ്പം. എന്നിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് പറയുക, നീ എന്നെ അനുഗ്രഹിക്കണം. ഇതിലൊരു പാഠമുണ്ട്. നീ എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ വിടുകയില്ല. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കാതെ ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവോളം. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിലെ പാപകരമായ ചില സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ അന്വേഷിക്കായിരിക്കും. അശ്ലീല ചിത്രം കാണുന്ന മോശം ചിന്തകൾക്ക് നിങ്ങൾ അടിമയാണോ? നിങ്ങൾ കോപത്തിന് അടിമയാണോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 100 കൊല്ലം അതിനോട് പൊരുതിയാലും അതിൽ നിന്ന് രക്ഷ കിട്ടണമെന്നില്ല. കാരണം നിങ്ങളുടെ ഈ ജഡം, ആദാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ പാപ സ്വഭാവം, അത് വളരെ ശക്തമാണ്. നിങ്ങളെപ്പോലെയുള്ള പാപ സ്വഭാവം എനിക്കുമുണ്ട്. അതെന്നെ തോൽപ്പിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ ജഡത്തിനെതിരെ പൊരുതും. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ആ വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. ഇതൊരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ ഈ മനോഹരമായ വാഗ്ദാനങ്ങൾ നിങ്ങൾ നിശ്ചയമായി അറിഞ്ഞിരിക്കണം. അതിനെ അവകാശപ്പെടണം. ഞാൻ സാധാരണ പറയാറുള്ളൂ, വാഗ്ദാനങ്ങൾ ഒരു ചെക്ക് പോലെയാണ്. അത് നിങ്ങളുടെ മേശയ്ക്കുള്ളിൽ വെക്കാനുള്ളതല്ല. അതുകൊണ്ട് ബാങ്കിൽ കൊടുത്ത് പൈസ മേടിക്കണം. നിങ്ങളുടെ പേര് പുറകിൽ എഴുതി സൈനിട്ട്, ഇവിടെ നിങ്ങൾക്കായി ഒരു വാഗ്ദാനമുണ്ട്.
അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഒപ്പിട്ട് സ്വർഗീയ ബാങ്കിൽ കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റേതാണെന്ന് പറയുക. ഗലാത്യർ 5:17. നിന്റെ ജഡമെന്ന് പറഞ്ഞാൽ നിന്റെ പാപസ്വഭാവം. ഈ മോശപ്പെട്ട സ്വഭാവമാണ് നിന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്നത്. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിന് വിരോധമായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിനായി ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇതെത്ര നല്ലതാണ്. നമ്മുടെ ഈ ജഡസ്വഭാവത്തോട് പൊരുതുവാൻ ഒരാൾ നമ്മളെ സഹായിക്കുന്നത്. നിന്റെ സ്വന്തം ഇഷ്ടം അത് വളരെ ശക്തമാണ്. ജഡമെന്ന് പറഞ്ഞാൽ അതാണ്. ഇത് രണ്ടും തമ്മിൽ പ്രതികൂലമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന ശത്രുക്കളെന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും അല്ല, അത് പരിശുദ്ധാത്മാവും നിന്റെ ജഡവുമാണ്. അത് തമ്മിൽ പ്രതികൂലമായിട്ടിരിക്കുകയാണ്. അത് തമ്മിൽ പോരാടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജഡത്തിനെതിരായിട്ട് പോരാടുന്നതിനാണ് ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ വശത്താണ്. ഞാൻ വെറുക്കുന്ന എൻ്റെ പാപ സ്വഭാവത്തിനെതിരെ. അതാണ് എന്നെ കൊണ്ട് കോപിപ്പിക്കുന്നത്. അതാണ് മറ്റുള്ളവരോട് എന്നെ കൊണ്ട് പോരടിപ്പിക്കുന്നത്. അതാണ് എനിക്ക് മറ്റുള്ളവരോട് മോശം മനോഭാവം ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നത്. അതാണ് എന്നെ കൊണ്ട് മോഹിപ്പിക്കുന്നത്. അതാണ് തെറ്റായ എല്ലാ കാര്യവും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വെട്ടിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള പാപവും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് മറ്റുള്ളൊരാളോട് എൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ എന്നെ നശിപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് കയ്പുണ്ടെങ്കിൽ നിങ്ങളെ അല്ല ഞാൻ നശിപ്പിക്കുന്നത്, എന്നെ തന്നെയാണ്. അങ്ങനെയാണ് പിശാച് ക്രിസ്ത്യാനികളെ മടയന്മാരാക്കുന്നത്. ഈ ജഡസ്വഭാവത്തിൻ്റെ എല്ലാ കാര്യത്തിനും എതിരായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതിനും, കരുണയില്ലാതിരിക്കുന്നതിനെതിരെ, സ്വയസ്നേഹത്തിന് എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന്, വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും അവർ സ്വയസ്നേഹികളായിരിക്കാം, മറ്റേ ആളെക്കുറിച്ച് വിചാരമില്ലാതെ നിർബന്ധ ബുദ്ധിയുള്ളവരായി. എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരോട് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കുന്നത്? നീ ആ ചെയ്ത കാര്യം അത്ര ശരിയായില്ല, ഭക്ഷണം പാകം ചെയ്ത് ശരിയായില്ല, ഈ തുണിയിലെ ചെളിയൊന്നും പോയില്ലല്ലോ, വീടിന് വൃത്തി പോരല്ലോ. നിർബന്ധ ബുദ്ധി ആദമിൽ നിന്ന് നാം പ്രാപിച്ച ഈ ജഡത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പരിശുദ്ധാത്മാവ് ഇതിനെതിരാണ്, ദൈവം ഇതിനെതിരാണ്. ശരിക്കും നിങ്ങൾക്ക് ഇതിനെ ജയിക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഇവർ തമ്മിൽ പ്രതികൂലമാണ്. ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ, ഇവിടെ വായിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം ഇവ തമ്മിൽ പ്രതികൂലമല്ലോ. 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എത്ര വലിയൊരു വാഗ്ദാനമാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇതുവരെയും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. നീ ഇഷ്ടപ്പെട്ട് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യം. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണത്. ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ നീ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീ ചെയ്തുകൊണ്ടിരുന്ന ആ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, നിന്റെ പാപപ്രകൃതി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് പറയുന്നു അത് ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ അതിനുള്ള ശക്തി നിനക്ക് തരും. എന്നാൽ നിന്റെ അനുവാദമില്ലാതെ ഞാൻ ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ എൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന്. അവൻ അങ്ങനെ ചെയ്യില്ല. നിന്റെ ജീവിതത്തിന് നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്താൽ നീ ഒരു യന്ത്രമനുഷ്യനെ പോലാവും. നമുക്കറിയാമല്ലോ, ഈ കാലത്ത് മനുഷ്യനെ യന്ത്രമനുഷ്യരെ ഉണ്ടാക്കാറുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറാണ്. അതിൻ്റെ രൂപം മനുഷ്യൻ്റെ രൂപം പോലെയൊക്കെ ആയിരിക്കും. അതിനെ പ്രോഗ്രാം ചെയ്ത് അതിനെക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ഈ യന്ത്രമനുഷ്യനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിച്ചെടുക്കാം. നീ ഓഫീസ് വിട്ട് വീട്ടിൽ വരുമ്പം അത് ഡോർ തുറന്ന് പറയും, പപ്പ അങ്ങ് വന്നതുകൊണ്ട് വളരെ സന്തോഷം. അത് യന്ത്രമനുഷ്യനാണ്. ഇങ്ങനൊരു കുട്ടിയെ നിങ്ങൾക്ക് വേണോ? അതോ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന, ചിലപ്പം നിന്നെ അനുസരിക്കാത്ത ഒരു കുട്ടി, അവൻ ഓടി വന്ന് നിന്നോട് പറയും, പപ്പ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്ക് ആ കുട്ടിയാണ് വേണ്ടി, ഒരു യന്ത്രമനുഷ്യനെ അല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിനും യന്ത്രമനുഷ്യനെ വേണ്ട. അതുകൊണ്ടാണ് അവൻ നിന്റെ ഇഷ്ടം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാത്തത്. പാപം ചെയ്യാനുള്ള ആ സ്വതന്ത്ര ഇച്ഛ അവൻ നിനക്ക് തന്നെ തരും, നിന്റെ ജീവിതകാലം മുഴുവനും. എന്നാലും നീ പാപം ചെയ്യില്ല. പരിശുദ്ധാത്മാവിനെ നീ അനുവദിക്കോളൂ. നിങ്ങൾക്കറിയാമോ, ഞാൻ യേശുവിനെ പോലായി സ്വർഗത്തിലെത്തിയാലും എനിക്കൊരു സ്വതന്ത്ര ഇച്ഛ ഉണ്ടായിരിക്കും. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സ്വർഗത്തിൽ എനിക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാമോ? അവിടെ ഞാൻ പാപം ചെയ്യുമോ? അവിടുന്ന് ഞാൻ നരകത്തിലേക്ക് പോകുമോ? ഇല്ല. അതിനർത്ഥം സ്വർഗത്തിൽ ഞാൻ യന്ത്രമനുഷ്യനാകുമെന്നാണോ? ഞാൻ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമെന്നാണോ? അല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ കോടാനുകോടി വർഷം ദൈവത്തെ അനുസരിക്കാതിരിക്കാനുള്ള
സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും. പ്രധാന ദൂതൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പിശാചായി തീർന്നതുപോലെ തന്നെ. അങ്ങനെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എനിക്ക് എന്താ സുരക്ഷിതത്വം? ഞാൻ പറയാം. കാരണം ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ 100% യേശുവിനെ പോലെ ആയിത്തീരും. ഈ മലിനമായ ലോകത്തിൽ യേശു ജീവിച്ചപ്പോൾ അവനൊരു സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, 33.5 വർഷവും. എങ്കിലും അവൻ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചില്ല. 33.5 കോടി വർഷം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലും അവൻ അനുസരണക്കേട് കാണിക്കില്ലായിരുന്നു. കാരണം യേശുവിൻ്റെ ആ പ്രകൃതം ശുദ്ധിയുള്ളതായിരുന്നു. അതിൽ അല്പവും അനുസരണക്കേടില്ലായിരുന്നു. ആ പ്രകൃതിയാണ് സ്വർഗത്തിൽ എനിക്ക് കിട്ടുന്നത്. സ്വർഗത്തിൽ ഞാനൊരു യന്ത്രമനുഷ്യനല്ല. ആ പ്രധാന ദൂതൻ ഉണ്ടായിരുന്ന പോലെ പൂർണ്ണമായ സ്വതന്ത്ര ഇച്ഛാശക്തി എനിക്കുണ്ടായിരിക്കും. അവൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്യില്ല. കോടാനുകോടി വർഷങ്ങൾ ഞാൻ പാപം ചെയ്യില്ല, കാരണം ഞാൻ യേശുവിനെ പോലെ ആയിക്കഴിയും. ഇതാണ് സ്വർഗത്തിലെ മനോഹരമായ കാര്യം. ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ഈ പ്രവൃത്തി ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എനിക്കൊരു സ്വന്തം ഇഷ്ടമുണ്ട്, എന്നാലും ഞാൻ ദൈവത്തെ അനുസരിക്കും. എൻ്റെ ചിന്തയിൽ ഞാൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കില്ല. ഒരു മോശം ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ ഞാനതിനെ തിരസ്കരിച്ച് കളയും. ഞാൻ അതിനെ വലിച്ച് ദൂരേക്കെറിയും. ഗലാത്യർ 5:17 എത്ര മനോഹരമായൊരു വാക്യം. നിന്റെ പ്രകൃതിക്ക് നേരെ പരിശുദ്ധാത്മാവ് വന്ന് യുദ്ധം ചെയ്യും. നീ അവനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവൻ വന്ന് നിന്നെ സഹായിക്കും. ദൈവം അത് മാറ്റും. നീ മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം നിന്നെ സഹായിക്കും. ഈ വാഗ്ദത്തത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഒരു ചെറിയ അളവിൽ അതെനിക്ക് ഇന്ന് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാലങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എൻ്റെ പ്രകൃതി, എൻ്റെ സ്വാർത്ഥ പ്രകൃതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുകയില്ല. ആരെങ്കിലും എന്നെ അസ്വസ്ഥപ്പെടുത്തിയാൽ എൻ്റെ സ്വയം അതിനോട് പ്രതികരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിത്തീരും. അതങ്ങനെയാണ് സംഭവിക്കുന്നത്. മുമ്പ് ഞാൻ അതിനോട് പ്രതികരിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിടെ ശക്തി തരും. അതിൻ്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം കാണാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് പോകാം. ഇത് മനോഹരമായൊരു വാക്യമാണ്. വഞ്ചകനായ യാക്കോബിനെ ദൈവം കണ്ടുമുട്ടിയപ്പോൾ ഈ ചതിയൻ, ഈ പിടിച്ചുപറിക്കാരൻ, നമ്മൾ വഞ്ചകരും ചതിയന്മാരും മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കുന്നവരുമാണ്. അങ്ങനെയാണ് നാം ജനിച്ചത്. നിങ്ങളൊരു ശിശുവിനെ നോക്കിയാൽ ഈ കുഞ്ഞ് ജനിച്ചത് ചില ആഴ്ചകൾക്ക് മുമ്പാണ്. അതിൻ്റെ കൈവെള്ളയിലേക്ക് നിങ്ങളുടെ വിരലുകൾ വെച്ച് അതതിനെ മുറുകി പിടിക്കും. ശിശുക്കളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഈ കുഞ്ഞിങ്ങനെ പിടിക്കാൻ എങ്ങനെയാണ് പഠിച്ചത്? ആദാമിൽ നിന്ന് കിട്ടിയ അതിൻ്റെ സ്വഭാവമാണ്. ഇറുകിപ്പിടിക്കുക, ഇറുകിപ്പിടിക്കുക, ഇറുകിപ്പിടിക്കുക. നാം മുതിർന്നു വരുമ്പോൾ മറ്റു മനുഷ്യരുടെയൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അങ്ങനെ നാം നമ്മെ തന്നെ നശിപ്പിക്കും. സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാൽ ചെറുപ്പക്കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവളുടെ പ്രകൃതി സ്വാർത്ഥതയാണ്. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ പോയി അവരെ നോക്കിയാൽ അവന് മതിയായി അവളെ വിവാഹമോചനം ചെയ്യാൻ ആഗ്രഹിക്കും. എനിക്ക് വേണം വേണം വേണം. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും. വിവാഹ ജീവിതത്തിൽ പോലും ഇതാണ് സംഭവിക്കുന്നത്. എല്ലാം എനിക്ക് വേണമെന്നുള്ള യാക്കോബിൻ്റെ പ്രകൃതിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൈകൾ തുറന്നു പിടിക്കാൻ. നീ ഇത് സമ്മതിക്കാൻ തയ്യാറാകണം. നീ ദൈവത്തോടൊപ്പം തനിയായിരിക്കണം. നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. കർത്താവെ, എന്നെ അനുഗ്രഹിക്കാതെ, എൻ്റെ പ്രകൃതി മാറ്റാതെ, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. ഇവിടെ നീ സത്യസന്ധനായിരിക്കണം. ദൈവവചനം പറയുന്നത് നാം വെളിച്ചത്തിൽ നടക്കണമെന്നാണ്. 1 യോഹന്നാൻ 1:7 ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നിനക്ക് കൂട്ടായ്മ കൂടാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കും, സാക് ബ്രദറെ, ഞാൻ പൂർണ്ണനാകണമെന്നാണോ നീ പറയുന്നത്? അല്ലല്ല, നീ പൂർണ്ണനാകണ്ട. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ നടക്കുക എന്നല്ല. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എന്ന് പറയാം. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സത്യസന്ധനായിരിക്കണം. പൂർണ്ണനാകുകയല്ല. 1 യോഹന്നാൻ 1:7 ഞാൻ എൻ്റെ വാക്കിൽ നിങ്ങളോട് പറയാം. നാം ദൈവത്തോട് സത്യസന്ധരാണെങ്കിൽ, ദൈവത്തോട് പൂർണ്ണമായും സത്യസന്ധരാണെങ്കിൽ, അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പം അവരിരുട്ടിൽ മറിഞ്ഞിരുന്നാണ് ചെയ്യുന്നത്. കള്ളന്മാർ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. കൊല ചെയ്യുന്നത് ഇരുട്ടത്താണ്. ഇരുട്ടിലിരുന്നാണ് നമ്മളും പാപം ചെയ്യുന്നത്. ഒരാൾ പാപം ചെയ്യുമ്പം ആരെങ്കിലും അവർക്ക് നേരെ ടോർച്ചടിച്ചാൽ ആ വെളിച്ചത്തെ അവർക്ക് ഭയമായിരിക്കും. വെളിച്ചത്തെ അവർ വെറുക്കുന്നു.
തെറ്റായ കാര്യം ചെയ്യുന്ന എല്ലാവരും അവർ ചെയ്യുന്നത് ഇരുട്ടിലിരുന്നാണ്. ആരും അവരെ കാണാത്തപ്പോഴാണ്. അതാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ. അവർ വെളിച്ചത്തെ വെറുക്കുന്നു. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊന്നും മറച്ചു പിടിക്കുന്നില്ല, ഞാൻ സത്യസന്ധനാണ്. അത് പൂർണ്ണനായെന്നല്ല, നീ എങ്ങനെയോ അങ്ങനെ ആയിരിക്കുന്നു. കർത്താവെ, അത് ശരിയാണ്. നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാണ്. എനിക്ക് ആ മോശം ചിന്തയുണ്ട്, ആ മോശം മനോഭാവമുണ്ട്. ആ വ്യക്തിയോട് എനിക്കൊരു മോശം മനോഭാവമാണുള്ളത്. അത് അംഗീകരിക്കുക. എന്താണ് നിന്റെ പേര്? യാക്കോബ്. പിടിച്ചുപറിക്കാരൻ, വഞ്ചകൻ, കുറ്റപ്പെടുത്തുന്നവൻ, ഫോഷ്ക്ക് പറയുന്നവൻ, വെറുക്കുന്നവൻ. എന്താണ് നിന്റെ പേര്? അത് നീ കർത്താവിനോട് പറയുക. അതിനർത്ഥം നീ എന്താണോ അത് സമ്മതിക്കുക. ഞാൻ തെറ്റിപ്പോയി നല്ല പറയുന്നത്, ഇതെൻ്റെ സ്വഭാവമാണ് കർത്താവേ. യാദൃച്ഛികമായി ഞാൻ പിടിച്ചു പറിച്ചു. അല്ല, ഞാനൊരു പിടിച്ചുപറിക്കാരനാണ്. ഒരു മിനിറ്റത്തേക്ക് ഞാൻ അവനെ വെറുത്തുപോയി. അല്ല കർത്താവ്, ഞാൻ വെറുക്കുന്നവനാണ്. കർത്താവ് ചോദിക്കുന്ന നിന്റെ പേരെന്താ? സത്യസന്ധനായിരിക്കുക. നമ്മൾ പലപ്പോഴും അഭിനയിക്കും, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അങ്ങനെങ്കിൽ കർത്താവ് നിങ്ങളെ കണ്ടുമുട്ടത്തില്ല. വെളിച്ചത്തിൽ നടക്കുന്നില്ലേ കർത്താവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം സത്യസന്ധതയാണ്. വിശുദ്ധിയല്ല, സത്യസന്ധത. വിശുദ്ധി മൈലുകൾക്കപ്പുറത്താണ്. ഇപ്പോൾ എനിക്ക് സത്യസന്ധനായിരിക്കാൻ കഴിയും. ഒരു വേശ്യയ്ക്ക് പോലും സത്യസന്ധയായിരിക്കാം. നീ ആരാണ്? വേശ്യ. എൻ്റെ മോളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇതാണ് കർത്താവ് പറയുന്നത്. നീ ആരാണ്? കള്ളൻ. ഈ മോഷണത്തിന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. അതെന്തു തന്നെ ആയിരുന്നാലും. മോഹിക്കുന്നവൻ, കർത്താവ് പറയുന്ന നിൻ്റെ മോഹത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാം. എന്നാൽ യാക്കോബ് എന്നുള്ള നിൻ്റെ പേര് നീ അംഗീകരിക്കുന്നില്ലേ, ദൈവത്തിന് നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. പിടിച്ചുപറിക്കാരൻ, മോഹിക്കുന്നവൻ, കള്ളൻ. അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും നിൻ്റെ ജീവിതത്തിലുള്ള തെറ്റായ ഒരു കാര്യം നിന്നെ ചൂണ്ടിക്കാണിച്ചാൽ അതങ്ങനെയല്ലെന്ന് പറയാനുള്ള വലിയൊരു തീക്ഷ്ണത നിങ്ങളുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? അല്ലല്ലല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ പറയാണ്, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് എന്നെ മുറപ്പെടുത്തി. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളെ തന്നെ പ്രതിരോധിക്കാനുള്ള വലിയ ഉത്സാഹം നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ പേര് യാക്കോബ് എന്നല്ല, അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ടുമുട്ടാത്തത്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ദൈവം ഇവനെ സന്ധിച്ചത്? നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു യാക്കോബ് എന്നാണ്. അതിനുശേഷം യാക്കോബിന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 32:27 വാക്യം. നിന്റെ പേരെന്താണ്? കർത്താവെ, ഞാനൊരു വഞ്ചകനാണ്. നിങ്ങൾ നിങ്ങളുടെ പേരെവിടെ വയ്ക്കുക. നീ എന്താണ് ചെയ്യുന്നത്? നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാപം. അതിനെ പാപമെന്ന് വിളിക്കുകയല്ല, അതാണ് ഞാനെന്ന് പറയുക. നിങ്ങൾ ഒരു കാര്യം മോഷ്ടിച്ചു. ഞാൻ കട്ടെടുത്തു എന്നല്ല, കർത്താവെ, ഞാനൊരു കള്ളനാണ്. നിങ്ങൾ ഒരാളോട് കോപിച്ചു. ക്ഷമിക്കണം, ഞാൻ കോപിച്ചു പോയി എന്നല്ല. കർത്താവെ, ഞാൻ വളരെ കോപിഷ്ഠനായ ഒരാളാണ്. അതാണ് എൻ്റെ പേര്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കിഷ്ടം എപ്പോഴും നമ്മുടെ പാപത്തെ നല്ല പേരിട്ട് വിളിക്കുന്നതാണ്. കേട്ടാൽ അത്ര മോശമല്ലാത്ത നല്ല പേര് വിളിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം, എൻ്റെ ജീവിതത്തിലുള്ള ഏത് പാപത്തെയും അതിനെ വിളിക്കാൻ കഴിയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയിൽ തന്നെ അതിനെ വിളിക്കണം. ഭാവിയിൽ നിങ്ങൾ അതിന് ശ്രമിക്കുക. നിങ്ങളുടെ പാപം ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ മനോഹരമായ പേരിട്ടല്ല എന്നെ വിളിക്കേണ്ടത്. എൻ്റെ ചിന്തയിൽ ഞാൻ അല്പം തെറ്റിപ്പോയി. അല്ല, കർത്താവെ, ഞാൻ വളരെ വൃത്തികെട്ട ചിന്തയുള്ള ഒരു മനുഷ്യനാണ്. അതാണ് ഞാൻ. നീ രക്ഷപ്പെടും. അതാണ് യാക്കോബിന് സംഭവിച്ചത്. അവൻ രക്ഷപ്പെടാൻ കാരണം അവൻ സത്യസന്ധനായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് അസാധ്യമായ ഒരു കാര്യമല്ല. വിശുദ്ധനായിരിക്കുക. കർത്താവെ, എന്നെക്കൊണ്ട് കഴിയില്ല. താഴ്മയുള്ളവനായിരിക്കുക. കർത്താവെ, എനിക്ക് പ്രയാസമാണ്. സത്യസന്ധനായിരിക്കുക. ഓ, അത് പറ്റും. സത്യസന്ധനാകാൻ കഴിയാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ സത്യം പറയുക. നീ എന്താണോ അത് പറയുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ ഓർമ്മയുണ്ടോ? ആ മതഭക്തരായ പരീശന്മാർ അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മതഭക്തരായ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണ്. ആത്മീയരും മതഭക്തരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ട് ലോകം പോലാണ്. മതഭക്തരെന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ നിന്നുള്ളവരാണ്. ആത്മീയർ സ്വർഗീയരാണ്. ഈ കഥയിലുള്ള രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം
ഒന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ. നിങ്ങൾക്കത് പരിചയമില്ലെങ്കിൽ യോഹന്നാൻ 8-ലാണത്. 3-ാം വാക്യത്തിലാണത് വായിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. എന്നിട്ട് അവർ കർത്താവിനോട് പറഞ്ഞു, 4-ാം വാക്യത്തിൽ, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, കൈയോടെ പിടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവളെ ആ വ്യഭിചാരം ചെയ്ത മുറിയിൽ കടന്ന് കൈയോടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവളോടൊപ്പം വ്യഭിചാരം ചെയ്ത ആ പുരുഷൻ എവിടെയാണ്? നിങ്ങൾക്കറിയോ, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്നത്, ആവർത്തന പുസ്തകം 22-ലോ മറ്റോ ആണ് ഇത് പറയുന്നത്. അവിടെ പറയുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം വ്യഭിചാരം ചെയ്താൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് പട്ടണവാതിക്കൽ കൊണ്ടുവരികയും രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. അതായിരുന്നു വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ ശിക്ഷ. ഇസ്രായേലിലെ നിയമമായിരുന്നു അത്. ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒന്നാമത്തെ ചോദ്യം, പരീശന്മാർ എന്തുകൊണ്ടാണ് ആ പുരുഷനെ പിടിച്ചുകൊണ്ട് വരാഞ്ഞത്? എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ മാത്രം? നിങ്ങൾക്കറിയാമോ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ സ്ത്രീകളെയാണ് എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നതും അപമാനിക്കപ്പെടുന്നതും അതുപോലെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ. പുരുഷൻ പലപ്പോഴും രക്ഷപ്പെടും. എന്തുകൊണ്ടായിരിക്കും ആ പുരുഷനെ കൊണ്ടുവരാതിരുന്നത്? ഒരുപക്ഷെ അവൻ അവരുടെ സ്നേഹിതനായിരിക്കാം. അവൻ പോട്ടെ, ഇവളെ നമുക്ക് പിടിക്കാം. ലോകം അങ്ങനെയാണ്. യേശു കണ്ട ഒന്നാമത്തെ തെറ്റ് ഇതായിരിക്കാം. യേശു മനസ്സിലാക്കുകയാണ് ആ പുരുഷനെ കൊണ്ടുവരാതിരുന്നത് അവരുടെ സ്നേഹിതനോ മറ്റോ ആരോ ഉണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ തെറ്റുകളെ നമ്മൾ മറച്ചു പിടിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനോട് വഴക്കുണ്ടാക്കി. ആരോട് തെറ്റായിരിക്കും അത്? നിന്റെ കുഞ്ഞിൻ്റെ കുഴപ്പമായിരിക്കില്ല. അവൻ വിശുദ്ധനല്ലേ? എപ്പോഴും മറ്റേ കുട്ടിയല്ലേ കുഴപ്പക്കാരൻ? ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അറിയാമല്ലോ, ചെറിയ കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കും. 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അവർ പലപ്പോഴും തമ്മിൽ വഴക്കുണ്ടാക്കും. എൻ്റെ ചെറിയ മകൻ അവൻ്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക വർഷം മുമ്പാണ് എൻ്റെ വീടിന് പുറത്തുള്ള റോഡിൽ. അവിടെ വച്ച് എന്തോ ചെറിയ കാര്യത്തിന് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. അതെന്ത് കാര്യമാണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവർ തമ്മിൽ വാദപ്രതിവാദമോ തമ്മിൽ വഴക്കുണ്ടാക്കുകയോ എന്തോ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, അവൻ 5-6 വയസ്സുള്ളൂ. ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? അവൻ പറഞ്ഞു, ഡാഡി, അവൻ എന്നോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ അവൻ്റെ വീട്ടിൽ പോകുന്നു, അവനോട് ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെ നമുക്കറിയാമല്ലോ. ഡാഡി, അവൻ എന്നോട് ക്ഷമ ചോദിക്കുമോ? ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നീ അവനോട് ക്ഷമ ചോദിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്ന കതകിൽ കൊട്ടി. അവൻ്റെ പിതാവ് കതവ് തുറന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മകന് നിൻ്റെ മകനോട് എന്തോ സംസാരിക്കണം. അങ്ങനെ ആ കുട്ടി വന്നപ്പം എൻ്റെ മകൻ പറഞ്ഞു, ക്ഷമിക്കണം, നിന്നോട് വഴക്കുണ്ടാക്കിയത്, എന്നോട് ക്ഷമിക്കണം. ആ മറ്റേ കുട്ടി മഹാമനസ്കതയോടെ അംഗീകരിച്ചു. നന്ദി, അവനും ഇവനുമായിട്ട് വഴക്കുണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ മകൻ എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡാഡി, അവൻ എന്നോട് ക്ഷമ ചോദിച്ചില്ല, അവനാണ് ആദ്യം എന്നോട് വഴക്കുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ യേശുവിനെയാണ് നിയമിക്കുന്നത്. അവനങ്ങനല്ല. ഇന്നെൻ്റെ മകൻ കർത്താവിനെ സേവിക്കുന്നു. ആ കുട്ടി എവിടാണ്? എനിക്കറിയില്ല. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ട് കാണും. അവൻ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ അവൻ ഇന്ന് പിശാചിനെ ആയിരിക്കും സേവിക്കുന്നത്. കുറ്റം ഏറ്റെടുക്കാൻ പഠിക്കുക. മറ്റവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സത്യസന്ധരായിരിക്കാൻ പഠിപ്പിക്കുക. ഒരുപക്ഷെ ആ പ്രശ്നം ഉണ്ടാക്കിയത് മറ്റേ ആളായിരിക്കാം. അവന് അത് സമ്മതിക്കാനായിട്ട് ഒരുപക്ഷെ തയ്യാറല്ലായിരിക്കാം. നിന്റെ മകൻ, അവൻ കർത്താവിനെ സേവിക്കും. നിന്റെ മകള് കർത്താവിനെ അനുഗമിക്കുന്നുള്ളതായിരിക്കും. അങ്ങനെയാണ്. എന്താണ് നിന്റെ പേര്? കർത്താവ് എൻ്റെ പേര് പിടിച്ചു പറിക്കാരൻ, വഞ്ചിക്കുന്നവൻ, കള്ളം പറയുന്നവൻ, വഴക്കുണ്ടാക്കുന്നവൻ, എപ്പോഴും കോപിക്കുന്നവൻ. അതാണ് ഞാനിവിടെ നിന്ന് പഠിക്കുന്നത്. ഈ സ്ത്രീ, അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അവളെ ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവളെ അവർ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആവർത്തന പുസ്തകം 22 ഇപ്രകാരം പഴയ നിയമത്തിൽ ഒരു പ്രമാണം പറയുന്നുണ്ട്, അവരെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ വിരലുകൾ കൊണ്ട് നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കാത്തിരിക്കുന്ന ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ തെറ്റിനെക്കുറിച്ചുള്ള ബോധം വരുമോ എന്നാണ്. അവൻ അവർക്ക് സമയം കൊടുത്തു.
അവരെ തന്നെ ശോധന ചെയ്തിരുന്നെങ്കിൽ അവർ തന്നെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരാണ് കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ തന്നെ അനേകരോട് വ്യഭിചാരം ചെയ്തത് അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അവരവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഗുരു, നീ ഇവിടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ കുനിഞ്ഞിരിക്കുകയാണ്. അവസാനം അവൻ തല ഉയർത്തി. അവൻ പറഞ്ഞു, ശരി, ഇവളെ കല്ലെറിയണം അല്ലേ? അങ്ങനെയല്ലേ ന്യായപ്രമാണം? ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരോടും ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു തരത്തിലുള്ള പാവം, അവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. പിന്നെ അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവരിത് കേട്ടപ്പം 9-ാം വാക്യം, ഓരോരുത്തരായിട്ട് പുറത്തു പോകാൻ തുടങ്ങി. മൂത്തവനാണ് ആദ്യം പുറത്തു പോയത്. എന്തുകൊണ്ടായിരിക്കാം പുറത്തു പോയത്? അവരിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല, കർത്താവേ, ഞാൻ പാപം ചെയ്തവനല്ല. എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവേ, ഞാൻ പാപമൊന്നും ചെയ്തിട്ട് അതിലൊരാൾ എഴുന്നേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ? അവരുടെ ഉള്ളു കാണാൻ യേശുവിന് കഴിയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. ചിലർക്ക് ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചില ആളുകൾ ചില കാര്യം ചിന്തിച്ചപ്പം യേശു ചോദിച്ചു, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്താ? ഇങ്ങനെ യേശു പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കാര്യം അവനെ കാണിച്ചു കൊടുത്തു. ഈ ആളുകൾക്കറിയാമായിരുന്നു, അവരിൽ ആരെങ്കിലും യേശുവിനോട് ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു അവരുടെ സകല പാവവും മറ്റുള്ളവർക്കും കാണത്തക്ക പോലും അവർക്ക് മനസ്സിലാക്കി കൊടുത്തേനെ. അവർക്കറിയാമായിരുന്നു അവരുടെ രഹസ്യ ജീവിതം കർത്താവിന് വ്യക്തമായിട്ട് അറിയാമെന്ന്. പരിശുദ്ധാത്മാവ് അവനെ അത് കാണിച്ചു കൊടുത്തേനെ. അവരെ ചിന്തിച്ചു, പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഓരോരുത്തരായി പുറത്തേക്ക് പോയി. അവരെല്ലാവരും അവർക്ക് പാപമില്ലെന്ന് അവർ പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ യേശു അവരെ തുറന്നു കാണിക്കുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനുശേഷം പാപമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ പ്രമാണം കൂട്ടത്തിൽ പറയട്ടെ, ഈ പ്രമാണം മോശയ്ക്ക് കൊടുത്തത് യേശു ക്രിസ്തു തന്നെയായിരുന്നു. അവൻ സ്വർഗത്തിലായിരുന്നപ്പോൾ, ഭൂമി വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് അവനാണ് മോശയോട് പറഞ്ഞത്, എഴുതിയെടുക്കുക, ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്താൽ അവരെ നഗരവാതിൽക്കലിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് അവിടെ വച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ആരാണ് ആ കൽപ്പന കൊടുത്തത്? യേശു. ഇപ്പം 1500 കൊല്ലത്തിന് ശേഷം അതേ യേശു ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഇതവർ യേശുവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അവർക്കറിയില്ലായിരുന്നു ഇവിടെ ഇപ്പം ഇരിക്കുന്ന ഈ മനുഷ്യനാണ് 1500 കൊല്ലം മുമ്പ് അവർക്ക് ഈ നിയമം കൊടുത്തതെന്ന്. അവർ ചിന്തിച്ചു ഇവനൊരു സാധാരണ പ്രവാചകനോ മറ്റോ ആയിരിക്കുമെന്ന്. യേശുവിന് അതറിയാമായിരുന്നു, അവൻ തന്നെയാണ് ഈ പ്രമാണം കൊടുത്തത്. എന്നാൽ അവനതനുസരിച്ചില്ല. ന്യായപ്രമാണത്തിലുള്ള എല്ലാം അനുസരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു യേശു ക്രിസ്തു. ന്യായപ്രമാണം നിവർത്തിക്കാനാണ് അവൻ വന്നത്. യേശു അനുസരിക്കാത്ത ന്യായപ്രമാണത്തിൽ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. എല്ലാം അവൻ അനുസരിച്ചു. തൻ്റെ ചിന്തയിൽ, തൻ്റെ മനോഭാവത്തിൽ, എല്ലാത്തിലും അവന് പൂർണ്ണ നിർമ്മലനായിരുന്നു. എന്നാൽ മറ്റൊരാളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ കരുണയുള്ളവനായിരുന്നു. അവൻ ഒരു പുതിയ നിയമം സ്ഥാപിക്കാനാണ് വന്നത്. അത് കരുണയില്ലാത്ത പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ആ പഴയ നിയമം അവൻ ലംഘിച്ചത്. അവസാനം അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇവിടെയും അവനെ തൊടിച്ചു കളഞ്ഞു. അവനൊരു പുതിയ നിയമമായിട്ടാണ് വന്നത്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആ പ്രമാണം അവൻ പ്രമാണിച്ചില്ല. ഞാനവിടെ ജീവിതം മാറ്റാനാണ് വന്നത്, അവളെ കൊല്ലാനല്ല. എന്നാൽ അവിടെ മറ്റൊരു പ്രമാണമുണ്ട്, രണ്ടാമത്തെ പ്രമാണം. ആദ്യത്തേത് മോശയ്ക്ക് 1300 കൊല്ലം മുമ്പ് കൊടുത്തതാണ്. മറ്റൊരു കൽപ്പന അവിടെ വെച്ച് അവൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അതും അവൻ അനുസരിച്ചില്ല. അവൻ ആദ്യത്തെ കല്ലെറിഞ്ഞില്ല. ഞാനത് ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങേപോലെ എന്നെയും കരുണയുള്ളവനാക്കണേ, അങ്ങേപോലെ എന്നെ കരുണയുള്ളവനാക്കണേ. മറ്റുള്ളവരുടെ കുറവുകൾ ഞാൻ കാണുമ്പോൾ അങ്ങ് എന്നോട് എത്രമാത്രം ക്ഷമിച്ചു, മറ്റൊരാളോട് എങ്ങനെ കഠിനനാകാൻ എനിക്ക് കഴിയും? ദൈവവചനം പറയുന്ന ഒരു പിതാവ് തൻ്റെ മക്കൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവരെ ശിക്ഷിക്കണം. ഞാനത് ഗൗരവമായിട്ട് എടുത്തപ്പം
സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നു. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, വടി കൊണ്ട് നിന്റെ കുഞ്ഞിനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് നശിച്ചു പോകാനിടയാവും. സദൃശവാക്യത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പം അവരും ആദാമിൻ്റെ മക്കളാണ്. ആദാമിൻ്റെ മക്കളായിട്ടാണ് അവർ ജനിച്ചത്. മറ്റു കുട്ടികളെ പോലെ ആദാമിൻ്റെ എല്ലാ സ്വഭാവം അവർക്കുണ്ട്. അവർ തെറ്റ് ചെയ്യുമ്പോൾ ഒരു പിതാവെന്ന തലത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കും. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദുഃഖത്തോടെ പറയട്ടെ, ചിലപ്പോൾ ഞാനത് കോപിച്ചുകൊണ്ടാണ് ചെയ്തത്. കാരണം ആദ്യ നാളുകളിൽ എനിക്ക് കോപത്തിന്മേൽ ജയം ഉണ്ടായിരുന്നില്ല. ശിക്ഷിച്ചത് ശരിയാണ്, എന്നാൽ കോപിച്ചത് ശരിയല്ല. അവരന്ന് ചെറുതാണ്, 7 or 8 വയസ്സ്. അങ്ങനെ കോപത്തോടെ അവരെ ശിക്ഷിച്ച ശേഷം ഞാൻ പോയി ബാത്റൂമിൽ കയറി കഥ അടയ്ക്കും. എന്നിട്ട് ദൈവത്തിന് മുമ്പാകെ കരയും. കർത്താവെ, ഞാൻ അവരെ ശിക്ഷിച്ചത് ശരിയായ വിധത്തിലല്ല, ഞാൻ കോപിച്ചിട്ടാണ്, എന്നെ സഹായിക്കണേ. കോപിക്കാതെ അവരെ ശിക്ഷിക്കുന്ന ആ ദിവസത്തിലേക്ക് എന്നെ കൊണ്ടുവരണേ. ഇതാണ് ഞാൻ സത്യസന്ധത എന്ന് പറയുന്നത്. ഇങ്ങനെ പറയരുത്, ദൈവവചനം പറയുന്നതാണ് അവരെ ശിക്ഷിക്കണമെന്ന്. അത് ശരിയാണ്, എന്നാൽ അത് കോപത്തോടെയാണ് ചെയ്തതെന്ന് ദൈവത്തോട് സമ്മതിക്കാം. ആ കാര്യം തെറ്റായിരുന്നു. നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജയം കിട്ടത്തില്ല. ഞാനത് അംഗീകരിച്ചു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നു. എപ്പോഴും ഞാൻ സത്യസന്ധനായിരുന്നു. എനിക്കറിയില്ല എത്ര പ്രാവശ്യം ആ ബാത്റൂമിൽ കയറി എൻ്റെ പാപം ഏറ്റു പറഞ്ഞെന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഈ ബാത്റൂമിലേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. ഞങ്ങളെ ശിക്ഷിച്ച ശേഷം പിതാവ് എപ്പോഴും ഓടി ബാത്റൂമിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ അവർ വളർന്നപ്പം അവർക്ക് മനസ്സിലായി, ഡാഡിക്കും തെറ്റുപറ്റും എന്നവർ മനസ്സിലാക്കിയത് അവരെ അനുഗ്രഹിക്കാനായിട്ട് ഇടയെ കാണും. തെറ്റ് പറ്റുമ്പം അവൻ ദൈവമുമ്പാകെ അത് ഏറ്റു പറയുന്നു. നിങ്ങൾ പൂർണ്ണരല്ലെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയുന്നത് നല്ലതാണ്. നിനക്കും തെറ്റുകൾ പറ്റുമെന്ന്. നിങ്ങൾ ചോദിക്കുന്ന നേരെ കുഞ്ഞുങ്ങളോട് എന്തുകൊണ്ടാണ് ക്ഷമ ചോദിക്കാൻ? അടിച്ച ശേഷം 6 വയസ്സുള്ള കുഞ്ഞിനോട് ക്ഷമ ചോദിച്ചാൽ അവൻ ചിന്തിക്കും ഞാൻ അടിച്ചതിനാണ് ക്ഷമ ചോദിക്കുന്നത്. ഞാൻ ക്ഷമ ചോദിക്കുന്നത് അതുകൊണ്ടല്ല. അവർക്കിത് മനസ്സിലാകത്തില്ല. ഞാൻ ക്ഷമ ചോദിച്ചത് ദൈവമുമ്പാകെ തെറ്റ് ചെയ്തുകൊണ്ടാണെന്ന്, അവരെ അടിച്ചുകൊണ്ടല്ലെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവെ, അവരോട് ക്ഷമ ചോദിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് 18 വയസ്സാകുമ്പോൾ ഈ വർഷങ്ങളിലെല്ലാം കോപത്തോടെ ഞാൻ അവരെ ശിക്ഷിച്ചതിന് ഒരുമിച്ച് ക്ഷമ ചോദിക്കും. ഇപ്പോൾ എനിക്കതിന് കഴിയത്തില്ല, കാരണം അവർ തെറ്റിദ്ധരിക്കും. കോപവും ശിക്ഷയും അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച യേശു കരുണയുള്ളവനായിരുന്നു എന്നാണ്. കാർക്കശ്യത്തോടൊപ്പം കരുണയുണ്ടായിരിക്കണം. ഈ സ്ത്രീ, മോശയ്ക്ക് അവൻ കൊടുത്ത കൽപ്പന അനുസരിച്ച് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, പാപമില്ലാത്തവൻ ഇവനെ കല്ലെറിയട്ടെ. അവനത് ചെയ്തുമില്ല. അവൻ ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. അതിനർത്ഥം നിന്റെ പാപം ഗുരുതരമല്ലെന്നല്ല. നീ ചെയ്തത് വളരെ ഗുരുതരമാണ്, എങ്കിലും ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. ഞാനിവിടെ വന്നത് ആളുകളോട് ക്ഷമിക്കാനാണ്. അതുകൊണ്ട് ഇനിയും പാപം ചെയ്യരുത്. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ 8:11 അത് പൂർണ്ണ സുവിശേഷമാണ്. പൂർണ്ണ സുവിശേഷ സഭയെന്ന് ചിലർ പറയാറുണ്ട്. പൂർണ്ണ സുവിശേഷ സഭ, ഇവിടെ ഒരു വാക്കിൽ ആ പൂർണ്ണ സുവിശേഷമുണ്ട്. അതാണ് യേശു അവളോട് പറഞ്ഞത്. ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. അതാണ് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, യേശുവിൻ്റെ രക്തത്താൽ അത് മായ്ക്കപ്പെട്ടിരിക്കുന്നു. അതല്ല പൂർണ്ണ സുവിശേഷം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പോക, ഇനിയും പാപം ചെയ്യരുത്. ഈ 2-ാമത്തെ ഭാഗം പ്രസംഗിക്കാത്ത സഭ ഒരു പൂർണ്ണ സുവിശേഷ സഭയല്ല. മിക്ക സഭകളും പകുതി സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. ആദ്യത്തെ ഭാഗം അവർ പറയും, യേശു നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, യേശു ക്ഷമിച്ചു, ഇനി അവനത് ഓർക്കയില്ല, നിന്റെ പാപമെല്ലാം മായ്ക്കപ്പെട്ടു, യേശുവിൻ്റെ രക്തം അത് നിന്റെ പാപമെല്ലാം മായ്ച്ചു കളഞ്ഞു. 100% ശരിയാണ്. എന്നാൽ സത്യത്തിൻ്റെ പകുതിയായുള്ളൂ. പൂർണ്ണ സുവിശേഷം 2ാമത് പറഞ്ഞുകൂടെ ചേർത്താണ്. പോക, ഇനിയും 11-ാം വാക്യം, ഇനിയും പാപം ചെയ്യരുത്. കർത്താവേ, അതൊരു അസാധ്യമായ കൽപ്പനയല്ലേ? ശരിയാണ്, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ ഗൗരവമായി എടുക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് പലരും സത്യസന്ധമായ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കാത്തതെന്ന്. അവർക്ക് ശക്തമായി പ്രസംഗിക്കണം, അന്യഭാഷ പറയണം, അവർക്ക് മഹത്വം കിട്ടുന്ന കാര്യം ചെയ്യണം.
എനിക്കറിയാവുന്ന അനേകർ ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അവർ പറയും, ഓ എനിക്കും ഇങ്ങനെ പ്രസംഗിക്കണം. സാഗ്ബറിനെ ഇവിടെ അവിടെ എല്ലാവരും ഒക്കെ മാനിക്കുന്നു. കർത്താവെ, ഇങ്ങനെ പ്രസംഗിക്കാൻ എനിക്കും ശക്തി തരണേ. നിങ്ങൾ ചിന്തിക്കുന്നോ ദൈവം അങ്ങനെ ചെയ്യുമെന്ന്? നിനക്ക് തന്നെ മാനം ലഭിക്കാൻ ഒരിക്കലുമില്ല. നമ്മുടെ തന്നെ മഹത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് തരില്ല. യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ഉയരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ അഭിഷേകം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എന്നെ അറിയാവുന്നവരുടെ മുമ്പിൽ അങ്ങയെക്കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ലജ്ജയാണ്. ഞാൻ ഒരിക്കലും അങ്ങയെക്കുറിച്ച് ലജ്ജിക്കാത്ത ഇടത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരണേ. ദൈവം എന്നെ അവിടേക്ക് കൊണ്ടുവന്നു. അവൻ എന്നെ ആത്മാവോട് നിറച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ അവരുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ സാക്ഷീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് സത്യത്തിനായി നിൽക്കാൻ, തെറ്റായ കാര്യം ചെയ്യാൻ, ശരിയായ കാര്യം ചെയ്യാൻ, തെറ്റായ കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കാൻ. എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നോട് പലപ്പോഴും തെറ്റായ കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട സമയത്ത് ഞാനവരോട് പറയുന്നത്, ക്ഷമിക്കണം സാറേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നേവിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ജയിലിലാക്കാം. മറ്റ് ജോലിയിൽ നിങ്ങളുടെ ബോസിനെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം. നേവിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ജയിലിലിടാം. അനുസരണക്കേടിന് നേവിയിൽ കൊടുക്കുന്ന ശിക്ഷയാണത്. കാരണം അതാണ് സൈനിക നിയമം. എനിക്കറിയാമായിരുന്നു എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്നെ ജയിലിലയക്കാൻ കഴിയുമെന്ന്. ഞാൻ പറയും, സാറേ, അതെൻ്റെ മനസ്സാക്ഷിക്കെതിരാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അവർക്കറിയാം അവർ പറയുന്ന കാര്യം തെറ്റാണെന്നുള്ള കാര്യം. ചിലപ്പം മാർച്ച് ചെയ്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അടുക്കലേക്ക് അവരെന്നെ അയക്കും. അതേ കാര്യം ഞാൻ പറയും, സാറേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത്ഭുതകരം എന്ന് പറയട്ടെ, പല പ്രാവശ്യം ഈ കാര്യം സംഭവിച്ചു. എന്നാൽ ഓരോ പ്രാവശ്യവും ഞാൻ ജയിലിൽ പോകാതെ ദൈവം എന്നെ പരിപാലിച്ചു. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. ആ നാളുകളിലാണ് ദൈവം എന്നെ ശോധന ചെയ്ത് നോക്കായിരുന്നു, സത്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ ധൈര്യം കാണിക്കുമോ. അതിൻ്റെ ഫലമായി എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടാലും. ഞാൻ ഓർക്കുന്നു, ഒരു കമ്പനിയിൽ മാനേജറുടെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ സഭയിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, സാഗ്ബറെ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ മാനേജറുടെ ഓഫീസിലിരിക്കുകയാണ്. ഫോൺ അടിക്കുന്നു. പണ്ട് കറക്കി വിളിക്കുന്ന ആ ഫോണാണ്. എടുത്തിട്ട് താത്തു വെക്കുന്ന ഫോൺ. വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഫോൺ അടിക്കുമ്പം എൻ്റെ ബോസ് എന്നോട് പറയുകയാണ്, എന്നെ ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നീ ഫോൺ എടുക്കുക, ബോസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഫോൺ തിരികെ വയ്ക്കുക, മറുപടി കൊടുക്കണ്ട. അവൻ പിന്നെയും വിളിക്കും. അവൻ ചിന്തിക്കും ഫോൺ കട്ടായതായിരിക്കും. അവൻ പിന്നെയും വിളിക്കും. ഇപ്പം നിൻ്റെ മാനേജരോട് പറയുക, സാർ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ ഇനിയും വിളിക്കും. ഈ ഫോൺ എടുക്കാനായിട്ട് മറ്റാരോടെങ്കിലും പറയുക. നീ ഇവിടെ ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ഒരു പരിഹാരമുണ്ട്. അത് ദൈവം നിങ്ങളോട് പറയും. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ബോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൻ പേടിച്ചു അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന്. ഇത് അവൻ പറഞ്ഞ മറ്റേതോ സാഹചര്യത്തിലാണ്, സാറേ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നിശ്ചയമായിട്ടും എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടും. എന്നാൽ അങ്ങനല്ല സംഭവിച്ചത്. അവൻ്റെ ബോസ് പറഞ്ഞു, ഓ, ഇത്ര നീതിയുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. മറ്റാരെ വിശ്വസിക്കുന്നതിൽ കൂടുതൽ എനിക്കിവനെ വിശ്വസിക്കാൻ കഴിയും. അദ്ദേഹം അവനൊരു പ്രമോഷൻ കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കൽ പോലും മടി കാണിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ക്ഷമ ചോദിക്കാൻ അവർ കുഞ്ഞായിരിക്കുമെന്ന് തന്നെ അവരെ പഠിപ്പിക്കുക. സത്യത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് കരുണയുള്ളവനാണ്. എന്നാൽ അവൻ ഇതും പറഞ്ഞു, ഇന്നു മുതൽ നീ പാപം ചെയ്യരുത്. ശരി, നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകാം. അതിൻ്റെ 32-ാം അധ്യായത്തിലേക്ക്. ഈ സംഭവത്തിൻ്റെ അവസാനം നമുക്കവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? കർത്താവ്, ഞാൻ വഞ്ചകനാണ്, ചതിയനാണ്, ദുഷ്ടനാണ്. ഞാൻ ചതിയനാണ്, അതാണ് എൻ്റെ പേര്. കർത്താവ് എന്താ പറയുന്നതെന്ന് നോക്കിയേ. യാക്കോബേ, നീ ചതിയനും വഞ്ചനും പിടിച്ചുപറിക്കാനും ഒക്കെ ആയിരിക്കാം. ഉൽപ്പത്തി 32-ന്റെ 28. ഇന്ന് ഞാൻ നിന്റെ പേര് മാറ്റാനായിട്ട് പോവുകയാണ്.
ഇന്ന് ഈ പുതിയ നിയമത്തിൽ അതിങ്ങനെ പറയുന്നത് പോലാണ്. നിങ്ങൾ പറയാണ് ഇതാണ് എൻ്റെ പ്രകൃതി, ഞാനൊരു വഞ്ചകനാണ്, ചതിയനാണ്, ഭോഷ്ക് പറയുന്നവനാണ്. കർത്താവ് പറയും ഞാൻ നിൻ്റെ പ്രകൃതിയെ ഇന്ന് മാറ്റും. നിൻ്റെ പേര് മാത്രമല്ല. എത്ര മനോഹരമായ കാര്യം. അതാണ് സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം. നീ കർത്താവിൻ്റെ അടുക്ക വന്ന് നീ വിശുദ്ധനാണെന്ന് ഭാവിച്ചാൽ നീ ഒരിക്കലും വിശുദ്ധനാകുകയില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുക്ക വന്ന് കർത്താവ് ഞാനൊരു വഞ്ചകനാണ്, ചതിയനാണ്, ഭോഷ്ക് പറയുന്നവനാണ്, എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നവനാണ്, കർത്താവ് പറയും ഞാൻ നിന്നെ മാറ്റാം. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഞാൻ നിൻ്റെ പേര് മാറ്റും. നിൻ്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്നായിരിക്കും. അതിനർത്ഥം ദൈവത്തിൻ്റെ പ്രഭു. ഈ എൽ എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദൈവം. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രഭു. അത് അത്ഭുതകരമല്ലേ? അവൻ ദൈവത്തോട് ഭോഷ്ക് പറഞ്ഞെങ്കിൽ അവൻ ഒരിക്കലും ഈ പേര് ലഭിക്കില്ലായിരുന്നു. കർത്താവെ ഞാനാണ് മൂത്ത സഹോദരനാകേണ്ടത്. എന്നാൽ ഈ സഹോദരൻ എനിക്ക് മുമ്പേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. അല്ലല്ല, ഞാൻ പിടിച്ചു പറിക്കാനാണ്. ഞാൻ നിൻ്റെ പേര് മാറ്റും. ഇന്നും ആ രാജ്യത്തെ വിളിക്കുന്നത് എന്താ? ഇസ്രായേൽ. ഈ മനുഷ്യൻ്റെ പിൻഗാമികൾ. ഇന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ പ്രഭു. കാരണം ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. നീ ദൈവത്തോട് മല്ലു പിടിച്ചു, നീ ജയിച്ചുമിരിക്കുന്നു. ദൈവത്തോട് മല്ലു പിടിച്ച് എനിക്ക് ജയിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കൂ. ദൈവത്തോട് മല്ലു പിടിച്ച് ജയിക്കുക. ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്? ദൈവം അവൻ്റെ തൊടയുടെ തടം ഉളുക്കി. അവൻ ബലഹീനനായി. ആരാ ജയിച്ച്? എല്ലാവർക്കും മനസ്സിലാകും ദൈവമാണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ആ എളിമ ഞാൻ കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആ മനോഭാവം ഞാൻ കാണുമ്പോൾ, എൻ്റെ മകനെ നീ സത്യസന്ധനാകുമ്പോൾ അപ്പം നീ യുദ്ധത്തിൽ ജയിക്കും. നിൻ്റെ പേര് മാറും. നിങ്ങൾക്കറിയാമല്ലോ ഒരു പിതാവ്. ഈ പിതാവ് തൻ്റെ കൊച്ചുകുട്ടിയുമായിട്ട് മല്ലു പിടിക്കുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ആ പിതാവ് അവനെ ജയിക്കാൻ സമ്മതിക്കും. എന്നിട്ട് ആ പിതാവ് നിലത്ത് വീണുകൊണ്ട് പറയും, മോനെ നീ ജയിച്ചു. എൻ്റെ പേരക്കുട്ടികളോട് ഞാനിങ്ങനെയാണ്. എപ്പോഴും അവരെ ജയിക്കാൻ അനുവദിക്കും. അതേത് കളിയാണെങ്കിലും. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് അവരുടെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയും. അങ്ങനെ കർത്താവിലേക്ക് അവരെ നയിക്കാൻ കഴിയും. ഒരിക്കലും കുഞ്ഞുങ്ങളെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അവർ ജയിക്കട്ടെ. മറ്റ് വിശ്വാസികളോടൊപ്പം കളിക്കുമ്പം അവർ ജയിക്കട്ടെ. കാരണം കർത്താവിന് വേണ്ടി അവരെ നേടാൻ കഴിയും. ഒരു കളി ജയിക്കല്ല എൻ്റെ ലക്ഷ്യം, അല്ല. ഒരാളെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിലുള്ള ഏത് കളിയിലും എപ്പോഴും തോൽക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നിത്യതയുടെ മൂല്യങ്ങളെപ്പറ്റി ചിന്തിച്ചേ. അനേക ആളുകൾ, ഞാൻ പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാണ്, CFCയിലുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ, അവർ ഫുട്ബോൾ കളിക്കുമ്പം അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്ന കാണാം. മറ്റേത് കളിയും അവർക്ക് ഭയങ്കര മത്സരമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊരു ഫുട്ബോളോ അതുപോലുള്ള കളിയിൽ ഏർപ്പെട്ട് നോക്കുക. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പുറത്തു വരുന്നതാണ്. അപ്പം നിങ്ങൾ ദൈവത്തോട് സമ്മതിക്കുക, കർത്താവേ ഇതാണ് ഞാനൊരു പിടിച്ചു പറിക്കാനാണ്, ഒരു ചതിയൻ. കർത്താവെ എന്നെ വ്യത്യാസപ്പെടുത്തണേ. ഈ ലോകത്തിലുള്ള ഒരു കളിയിലും എനിക്ക് ജയിക്കേണ്ട. നീ എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്ന അങ്ങയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ മൈതാനത്തൊരു വാദപ്രതിവാദം നടക്കും. ഫൗൾ ചെയ്ത നീയാണോ അതോ മറ്റേ ആളാണോ? ശരി, ഞാനാണ് ആ ഫൗൾ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ക്രൂശിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കുരിശിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിച്ചത്? ഞാൻ പഠിച്ച കാര്യം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കുറ്റമേറ്റെടുക്കുക. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? അതോ അവൻ നിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചതേ ഉള്ളൂ? എന്നാൽ ഞാൻ ക്രൂശിൽ നിന്ന് പഠിച്ച പാഠം, എല്ലാവർക്കും വേണ്ടി അവൻ കുറ്റമേറ്റെടുത്തു. കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ ആ കുറ്റക്കാരെന്ന് പറയാം. അതൊരു കള്ളമായിരുന്നു. നമുക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തപ്പോൾ യേശു ഒരു കള്ളം പറയായിരുന്നു. നമുക്കങ്ങനെ തോന്നാം, കാരണം അവൻ പാപമൊന്നും ചെയ്തിരുന്നില്ല. എന്നാൽ പിതാവേ, അല്ലവൻ പിതാവെ എന്നല്ല വിളിച്ചത്, അവൻ ന്യായാധിപതിയാണ്. ദൈവമേ, നീ എന്നെ കൈവിട്ടു, ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്നു. ക്രൂശിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പല പാഠങ്ങളുണ്ട്.
ഇവിടെ ദൈവമാണ് ജയിച്ചത്. ഇവിടെ ദൈവം യാക്കോബിൻ്റെ തുടയുടെ തട ഉളുക്കി. പിന്നെ അവൻ ഒരിക്കലും വടിയില്ലാതെ നടക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കൂ, നീയാണ് ഈ മല്ലയുദ്ധം ജയിച്ചത്. 30-ാം വാക്യം. ക്ഷമിക്കണം, 28-ാമത്തെ വാക്യമാണത്. നീ ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചുമിരിക്കുന്നു. അവൻ ജയിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ നിഗളത്തെ തകർക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. അവൻ പറഞ്ഞു, മകനെ, നീ ജയിച്ചിരിക്കുന്നു. എന്നാൽ നീ നിഗളിയായി നിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് നീ തോറ്റെന്നാണ്. എന്നാൽ സത്യസന്ധമായി ഞാൻ മോഷ്ടിക്കുന്നവനാണ്, കള്ളം പറയുന്നവനാണ്, വഞ്ചിക്കുന്നവനാണ് എന്ന് പറയുന്നെങ്കിൽ, താഴ്മയുള്ളവനാണെങ്കിൽ കർത്താവ് പറയും നീ ജയിച്ചിരിക്കുന്നു. ഇനിയും നീ ഒരു പുതിയ പേരിൽ അറിയപ്പെടും. നിങ്ങൾക്കറിയാം, നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ലോകപ്രകാരമുള്ള മല്ലയുദ്ധത്തിൽ ശക്തിയോടെ പൊരുതുന്നവനാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. എന്നാൽ ദൈവത്തോടുള്ള പോരാട്ടത്തിൽ ബലഹീനനാണ് ജയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഒരു ശിശുവിന് മറ്റാരേക്കാൾ കൂടുതൽ ദൈവത്തെപ്പറ്റി അറിയാൻ കഴിയുമെന്ന്. അവൻ ഒരു ശിശുവിനെ എടുത്തുകൊണ്ട് പറഞ്ഞു, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയവർ ഇങ്ങനെയുള്ളവരാണ്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് പൊരുതിയാൽ ആരായിരിക്കും ജയിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ ആ കുഞ്ഞായിരിക്കും ജയിക്കുന്നത്. നിങ്ങൾ അവനെ നിലത്തടിക്കുമായിരിക്കും, എങ്കിലും ജയിച്ചതവനാണ്. അങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ. യാക്കോബ് ശരിക്കും പൂർണ്ണമായിട്ടും തോറ്റു. എന്നാൽ ദൈവം പറഞ്ഞു, നീയാ ജയിച്ചത്. നിന്റെ തുടയുടെ തട ഉളുക്കി കാണുമെങ്കിലും ജയിച്ച നീയാ. ഇന്നു മുതൽ നീ ഒരു പുതിയ പേരിൽ അറിയപ്പെടും. എനിക്കിത് പഠിക്കണം. ദൈവം എന്നോട് എന്ത് ചെയ്താലും ഞാൻ പറയും, ദൈവമേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പേരവൻ മാറ്റും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രകൃതി അവൻ മാറ്റും. അതാണ് എനിക്ക് വേണ്ടി. ഈ സംഭവത്തിൽ ഞാൻ പഠിക്കുന്ന അതാണ്. 30-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. ഈ മനോഹരമായ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതിലൊരു ആത്മീയ അർത്ഥമുണ്ട്. 30-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. യേശുവിനെ മുഖാമുഖം കാണുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. പിന്നെ 31-ാം വാക്യം, അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അവൻ ആ പെനിയേൽ കടന്നപ്പം സൂര്യൻ അവൻ്റെ മേലുദിച്ചു. ആഹാ, കർത്താവേ, അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം. ആ നീതിയുടെ സൂര്യൻ എൻ്റെ മേലും ഉദിക്കണം. അവിടുന്ന് എനിക്കൊരു പുതിയ മനുഷ്യനായി പോകണം. ഇനി എൻ്റെ പേര് യാക്കോബ് എന്നല്ല. ഇനിയും ഒരിക്കലും എൻ്റെ പേര് ചതിയനെന്നല്ല. ഞാൻ ഇനി ഒരിക്കലും വ്യഭിചാര ചിന്തയുള്ളൊരു മനുഷ്യനായിരിക്കുകയില്ല. പെട്ടെന്ന് കോപിക്കുന്ന ഒരാളെന്നായിരിക്കുകയില്ല ഇനി എൻ്റെ പേര്. അല്ല, എൻ്റെ പേരിനി ദൈവത്തിൻ്റെ ഒരു പ്രഭു എന്നായിരിക്കും. ആ ജീവിതം നിങ്ങൾക്ക് വേണോ? ഇവിടെ നിന്ന് പഠിച്ച 1-ാമത്തെ പാഠം, അവൻ ദൈവത്തോടൊപ്പം തനിയായിരുന്നു. അവന് ദൈവത്തോട് പരമാർത്ഥത ഉണ്ടായിരുന്നു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. 1-ാമത് അവൻ ദൈവത്തോടൊപ്പം ഇരുന്നു. പരമാർത്ഥതയോടെ പറഞ്ഞ, കർത്താവേ, എല്ലാ ദിവസവും നീ എന്നെ നിൻ്റെ പരിശുദ്ധാത്മാവോട് നിറച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. അങ്ങയുടെ സാക്ഷിയാകാൻ നിരന്തരം എന്നെ അങ്ങ് സഹായിക്കണം. എല്ലാ ദിവസവും അങ്ങയെ സാക്ഷ്യപ്പെടുത്താനുള്ള ശക്തി. 3-ാമത് അവൻ സത്യസന്ധനായി. സത്യസന്ധതയോടെ അവൻ അംഗീകരിച്ചു. എന്നിട്ട് താഴ്മയോടെ ദൈവം അവന് കൊടുത്ത പുതിയ പേര് അവൻ അംഗീകരിച്ചു. നിങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാണ്. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. തന്നെത്താൻ താഴ്ത്തുന്നവനെ അവൻ ഉയർത്തും. അവൻ ഉയർത്തുന്നത് ബലഹീനരെയാണ്. അവനൊരു ശിശുവിനെ എടുത്തുകൊണ്ട് പറഞ്ഞു, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഈ വരിയുടെ ഏറ്റവും പുറകിലാണ് ജ്ഞാനികൾ. ഇങ്ങനെയുള്ള ശിശുക്കളെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴിയെന്നാണ് ഈ വേദഭാഗം നിങ്ങൾ വായിച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴ്മയും നുറുക്കവും സത്യസന്ധതയുള്ളവരെയുമാണ്. സത്യസന്ധതയും താഴ്മയും അതെപ്പോഴും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. നിങ്ങൾ എത്ര സത്യസന്ധനാണോ അത്ര നിങ്ങൾ താഴ്മയുള്ളവനാണ്. ദൈവത്തോട് നിങ്ങൾ 100% സത്യസന്ധനാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്കൊരു ധാരണ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, എങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവനാണ്.
നിങ്ങൾ ആത്മീയനാണെന്ന് അഭിനയിക്കുന്നില്ലെങ്കിൽ തങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ ആത്മീയരാണെന്ന് അഭിനയിക്കുന്നവരാണ് അനേക ക്രിസ്ത്യാനികളും. ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നോക്കിയാൽ, നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ, മറ്റൊരാളോട് ഇടപെടുമ്പം നിങ്ങളായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയരാണെന്ന് ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള രസകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ വിശുദ്ധനെ പോലെയാണ് അവനവിടെ നിൽക്കുന്നത്. ആ ആൾക്കൂട്ടത്തിന് മുമ്പിൽ അവൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്. ജോണെ, ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് നീ മറക്കരുത്. വീട്ടിൽ നീ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഭാര്യമാർക്കാട്ട് സ്തോത്രം. നിന്നെ അറിയാവുന്ന ആളുകളുണ്ട്. ദൈവത്തിന് അവരെക്കാൾ അറിയാം. നീ ആയിരിക്കുന്നതിനേക്കാൾ ആത്മീയനാണെന്ന് നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രിയ സഹോദരന്മാരെ, 100% സത്യസന്ധരായിരിക്കാൻ ഉള്ള ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. അത് നിൻ്റെ ജീവിതം മാറ്റും. ദൈവത്തോട് സത്യസന്ധനായിരിക്കുക. ഒരിക്കലും നിങ്ങൾ അഭിനയിക്കരുത്. ആളുകളോട് നിങ്ങളുടെ പാപം ഏറ്റുപറയണമെന്നല്ല. അല്ല, അത് റോമൻ കത്തോലിക്കരുടെ പഠിപ്പീരാണ്. ഒരു പുരോഹിതൻ്റെ അടുക്ക പോയി പാപം ഏറ്റുപറയും. ഒരു മനുഷ്യൻ്റെ അടുക്ക പോയി ഞാൻ നിങ്ങളോട് പാപം ചെയ്താൽ അത് ഞാൻ നിങ്ങളോട് ഏറ്റുപറയും. ഞാൻ നിങ്ങളെ അടിക്കുകയോ കോപിക്കുകയോ ചെയ്താൽ ഞാനത് നിങ്ങളോട് ഏറ്റുപറയും. എൻ്റെ മിക്ക പാപങ്ങളും ദൈവത്തിനും എനിക്കും ഇടയിലാണ്. അത് ദൈവത്തോട് മാത്രമേ ഞാൻ ഏറ്റുപറയൂ. ഭോഷത്വമായ മനുഷ്യൻ്റെ മുമ്പാകെയുള്ള സത്യസന്ധതയല്ല. ദൈവത്തോട് സത്യസന്ധനായിരിക്കുക. 100% പൂർണ്ണമായും ദൈവത്തോടുള്ള സത്യസന്ധത. അത് മനുഷ്യൻ്റെ മുമ്പാകെ നിങ്ങളെ സത്യസന്ധരാക്കും. അവരെ നിങ്ങൾ വഞ്ചിക്കത്തില്ല, അവരെ നിങ്ങൾ മുതലാക്കുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് മുതൽ നിങ്ങളിത് ഗൗരവമായിട്ടെടുത്താൽ ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് മാറ്റും, ഞാൻ നിൻ്റെ പ്രകൃതി മാറ്റും. ഇന്നും അവനത് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം.